സീസൺ 3ന്റെ തുടക്കത്തിൽ ഇരുമയും അവന്റെ കൂട്ടുകാരും സ്കൂളിലോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സമയം അവരെല്ലാവരും അവരുടെ ഹോംവർക്ക് എല്ലാം ക്യാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു സംശയമുണ്ട്, അസ്മോഡിയസ് എന്താ അവന്റെ ഹോംവർക്ക് ക്യാരി ചെയ്യാത്തെ? അങ്ങനെ അവർ സ്കൂളിലെത്തുന്നു. സ്കൂളിലെത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മൊത്തം അറ്റൻഷൻ കിട്ടുന്നു. എന്താണെന്നറിയാവോ? കാരണം അവർ കഴിഞ്ഞ സീസണിൽ വാട്ടർ പാർക്കിനെ രക്ഷിച്ചുകൊണ്ട് അതുകൊണ്ട് അവർക്ക് ഭയങ്കര അറ്റൻഷൻ കിട്ടി. കൂടാതെ അവന്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ഇതേപോലെ അറ്റൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും സന്തോഷം വരുന്നുണ്ട്. പക്ഷെ ഇരുമയ്ക്ക് സങ്കടമായിരുന്നു. അങ്ങനെ അവർ ക്ലാസ്സിലിരിക്കുമ്പോൾ കാലേക്കോ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, നിങ്ങളാണ് സ്പെഷ്യൽ ചിൽഡ്രൻ, കാരണം നിങ്ങളെല്ലാവരും മിസ്ഫിറ്റ് ചിൽഡ്രൻ ആണ്. പിന്നെ നിങ്ങൾ റോയൽ 1 ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ വർഷത്തിന്റെ അവസാനം ആകുമ്പോഴേക്കും നിങ്ങളുടെ റാങ്ക് ലെവൽ 4 എത്തിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നും പുറത്താക്കുന്നതാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണെന്നൊന്നുമില്ല, ഇതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ ടീച്ചേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും. അവര് നിങ്ങളെ റാങ്ക് 4 എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് അവർ കയറി വരികയാണ്. പിന്നെ അവരെല്ലാരും കയറി വന്നിട്ട് ഓരോ കുട്ടികളെ ആയിട്ട് കൊണ്ടുപോവാണ്. ഈ ചുവന്നിരിക്കുന്ന ഡീമൻ ചാൾസിനെയും അലോസേറിനെയും കൊണ്ടുപോവാണ്. ഈ മീനെ പോലെ ഇരിക്കുന്ന ഡീമൻ ഗാപ്പിനെയും ഈ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ചെക്കനെയും കൊണ്ടുപോവാണ്. ഈ വയസ്സായ ആള് കൊണ്ടുപോവാണ് കുറുമീനെയും പിന്നെ പക്ഷിനെ പോലെ ഇരിക്കുന്നവനെയും. അവൻ ഗ്രോസേലിനോട് പറയാണ്, എനിക്കറിയാം നീയാണ് കുറുമി എന്ന്, പക്ഷെ ഞാനിത് ആരോടും പറയില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ ഈ ടീച്ചർ ക്ലാരേനെയും എലിസബത്തിനെയും കൊണ്ടുപോവാണ്. ബലൻസെൻസെ അസ്മോഡിയസിനെയും സാബനോക്കിനെയും കൊണ്ടുപോവാണ്. പിന്നെ ഓരോരോ ടീച്ചർ അവരുടെ സ്പെഷ്യാലിറ്റിനെ കുറിച്ച് പറയാണ്. ഫസ്റ്റ് ടീച്ചർ പറയാണ്, ഞാനാണ് ക്രാഫ്റ്റി, ഞാൻ ബ്ലഡ് ലൈൻ മാജിക്കിന്റെ എക്സ്പേർട്ട് ആണ്. മൂന്നാമത്തെ ആൾ പറയുന്നത്, ഞാൻ നിങ്ങളുടെ പവർ സ്ട്രോങ് ആക്കാൻ വേണ്ടി നോക്കും. അടുത്ത ആൾ പറയും, ഞാൻ നിങ്ങളുടെ സമണിങ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കും. പിന്നെ അഞ്ചാമത്തെ ആൾ പറയും, ഞാൻ നിങ്ങളുടെ ചാമിങ് കൂട്ടാൻ വേണ്ടി സഹായിക്കും. പിന്നെ റോബിൻസൺസ് ഇരുമേനും ഷാക്സിനെയും അവരുടെ അനിയത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. ഈ സമയം അമേരി ഒറ്റയ്ക്കാണ്. അവർക്ക് ഇപ്പൊ ഇരുമേന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ നമ്മൾ റോബിൻസൺസിന്റെ സിസ്റ്ററിനെ കാണിക്കാണ്. അതാണ് ബാച്ചിക്കോ. ഇവരാണ് ഇരുമേന്റെയും ഷാക്സിന്റെയും ടീച്ചറാകാൻ പോകുന്നത്. ഇവളാണെങ്കിൽ അവരെയും കൊണ്ട് ഓരോരോ ജോലി ചെയ്യിപ്പിക്കുകയാണ്. മെയ്ഡ് വരെ ആക്കുന്നുണ്ട് ഇവരെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. ബാച്ചിക്കോ ഇരുമേനോടും ഷാക്സിനോടും പറയാണ് അവക്കൊരു ഡെസേർട്ട് കഴിക്കണമെന്ന്. ആ ഡെസേർട്ട് ആണെങ്കിൽ ഒരു മോൺസ്റ്ററിന്റെ മേലെയാണ് ഉള്ളത്. എന്നിട്ട് അവരത് പറിക്കാൻ വേണ്ടി പോയിട്ട് പറിച്ചിട്ട് അവൾക്ക് തിന്നാൻ കൊടുക്കുവാണ്. അപ്പത്തേക്കും ബാച്ചിക്കോ വേറെ എന്തെങ്കിലും നിന്നിട്ട് അവളുടെ വിശപ്പ് മാറി എന്നൊക്കെ പറയുവാണ്. ഈ സാധനം കേടായി പോയി എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. പിന്നെ അവൻ അവന്റെ വീട്ടിലോട്ട് പോകുന്നു. മുത്തശ്ശനോടും ഉപ്പേരസാനോടൊക്കെ സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിങ്ങിന് പോകുന്നു. പിന്നെ വീട്ടിലോട്ട് പോകുന്നു, ട്രെയിനിങ് ചെയ്യുന്നു, വീട്ടിലോട്ട് പോകുന്നു. ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിനാണെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. ഇവര് അവളുടെ തുണിയെല്ലാം കഴുകിക്കൊണ്ടിരുന്നപ്പോ ഷാക്സിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുവാണ്. എനിക്ക് വയ്യ, ഞാൻ നിർത്തുക, ഞാൻ ഈ റോബിൻസൺസിന്റെ അടുത്ത് പോയിട്ട് അവരുടെ കൂടെ നിന്ന് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്കിനി ഇവരെ കൂടുതൽ സഹിക്കാൻ വേണ്ടി പറ്റൂല എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് ബാച്ചിക്ക ഇരുമേന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഇരുമ നീ വെറും ഒരു കഴുതയാണ്. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. അത് അവന്റെ മനസ്സിലങ്ങ് തട്ടിപ്പോകുന്നു. എന്നിട്ട് അവരുടെ ക്ലാസ്സിലിരുന്നിട്ട് എല്ലാവരുടെ ട്രെയിനിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണ്. ഷാക്സ് ഓരോരുത്തരോടായിട്ട് ഇങ്ങനെ അവരുടെ ട്രെയിനിങ്ങിനെ പറ്റി ചോദിക്കുന്നു. എല്ലാവരുടെയും അവസ്ഥ ഭയങ്കര മോശമാണ്. എല്ലാവരുടെയും ട്രെയിനിങ് വെച്ച് നോക്കുമ്പോൾ ഇരുമേന്റെ ആണ് ഏറ്റവും എളുപ്പമുള്ള ട്രെയിനിങ്. കാരണം അവന് ഷോപ്പിംഗ് ചെയ്യാൻ പോകണം, അവളുടെ തുണി അലക്കണം, അങ്ങനെയൊക്കെ ചെയ്താൽ മതിയായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് ട്രെയിനിങ് ഒന്നും ചെയ്യിപ്പിക്കുകയല്ല, നിന്നെ വീട്ടിലത്തെ പണിയെല്ലാം ചെയ്യിപ്പിക്കുകയാണ്. ബാച്ചിക്ക ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നോണ്ടിരുന്നപ്പോ അങ്ങോട്ടേക്ക് സാലിവൻ സമമായിരുന്നു. മുത്തശ്ശൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കാണ്, എന്റെ ഗ്രാൻഡ് സണ്ണിന്റെ ട്രെയിനിങ് എല്ലാം എങ്ങനെ പോകുന്നു? അത് കേട്ടപ്പോ അവളങ്ങ് ഞെട്ടിപ്പോകുന്നു. കാരണം അവൾ അവന്റെ ട്രെയിനിങ്ങിനെ പറ്റി മറന്നുപോയിരുന്നു. ബാച്ചിക്കോ ഇരുമേന്റെ അടുത്ത് വന്നിട്ട് ഒരു വെപ്പൺ ഉണ്ടാക്കാന്നൊക്കെ പറയുന്നു. ഇനിയാണ് നിന്റെ ട്രെയിനിങ് തുടങ്ങാൻ പോകുന്നത്. ഇത്ര നാൾ നമ്മൾ ചെയ്ത് വെറും ടൈം പാസ് ആണ്. ഇനി എല്ലാ കുട്ടികളും ട്രെയിനിങ് ചെയ്യാനായിട്ട് കാണിക്കുന്നു. അവരുടെ അവസ്ഥ ഭയങ്കര മോശമാണ്. ക്ലോസയിൽ പേടിക്കാണ്. കാരണം അവളുടെ ടീച്ചർ അവളെ കുറെ മോൺസ്റ്ററിന്റെ കൂടെ കൂട്ടിയിട്ടേക്കുവാണ്. ഷാക്സ് ആണ് ഗെയിം കളിച്ച് മടുത്തിരിക്കുകയാണ്. പിന്നെ അങ്ങനെ ഓരോരുത്തരുടെ അവസ്ഥ ഭയങ്കര മോശമാണ്. ബാച്ചിക്കോ ഇരുമേനെ കൊണ്ട് മാജിക് ടൂർ ബാറ്ററിയിലേക്ക് പോകുന്നു. അത് ഇരുമേന്റെ ബാറ്ററി തന്നെയാണ്. അവള് പറയാണ്, നമുക്ക് ഇവിടെ നിന്റെ വെപ്പൺ ഉണ്ടാക്കാന്ന്. അപ്പൊ ഇരുമ പറയുന്നു, ഇത് എന്റെ ബാറ്ററി തന്നെയാന്ന്. നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു ചക്ക. ബാറ്ററിന്റെ ഉള്ളിലോട്ട് പോയിട്ട് പാച്ചിക്കോ അവനോട് പറയുന്നു, നീ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ക്വാങ്കോ എന്ന സ്പെല്ല് ഉപയോഗിച്ചിട്ട് ഒരു ബോ ഉണ്ടാക്കുക. എന്നിട്ട് അവള് കുറച്ച് ബോ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുവാണ്. ഇരുമ ആ സ്പെല്ല് ഉപയോഗിച്ചിട്ട് കുറെ ബോ ഉണ്ടാക്കുവാണ്. പക്ഷെ ബാച്ചിക്കോ അതെല്ലാം റിജക്ട് ചെയ്യുവാണ്. അവള് പറയുന്നത്, ഇത് നിന്റെ സ്വന്തമുള്ള ബോ അല്ല, നീ ഇതിന്റെ ഇൻസ്പിറേഷൻ വേറെ എവിടെ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇതിന്റെ അവസാനത്തെ അവസരമാണ് ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഷോപ്പിംഗ് ചെയ്തിട്ട് വേഗം വരാം. അവള് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവൾ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ബാച്ചിക്ക് ഒരു നല്ല ടീച്ചറായിരുന്നു. അവളെ എല്ലാ കുട്ടികളെ മര്യാദയ്ക്ക് ബോ ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിച്ചിരുന്നു. അവളുടെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, നല്ല വൃത്തിക്ക് ബോ ഉണ്ടാക്കുമായിരുന്നു. എന്നിട്ട് അത് ഉണ്ടാക്കിയ ഉടനെ അവനാണെങ്കിൽ ആർച്ചറി നിർത്തിയിട്ട് പോയി. അത് കണ്ടിട്ട് അവൾക്ക് ഭയങ്കര സങ്കടമായി. ബാച്ചിക്ക് അങ്ങനെ ഓരോരോ ട്രെയിനിങ് ഓരോ കുട്ടികളെയും കൊണ്ട് ചെയ്യിപ്പിക്കും. പക്ഷെ അവസാനം അവരെല്ലാരും ഇതിൽ നിന്ന് പിരിഞ്ഞു പോകും. പിന്നെ അവസാനം അവൾക്ക് തോന്നി അവള് ഒരു ടീച്ചറാകാൻ യോഗ്യതയില്ലാന്ന്. ഇതോടെ ഫ്ലാഷ് ബാക്ക് അവസാനിക്കുന്നു. അടുത്ത സീനിൽ നമ്മളെ ഈ ഉറങ്ങുന്ന
വന്നവനും കാപ്പും കൂടെ ആ ഫിഷ് പോലത്തെയുള്ള ഡീമന്റെ മാജിക്കിൽ നിന്ന് പുറത്തിറങ്ങുവാണ്. ഇത് കണ്ടിട്ട് ആ ഡീമിന് ഭയങ്കര സന്തോഷമായി. ഈ വയസ്സായ ആളുടെ ട്രെയിനിങ്ങില് ക്രോസയിലും പിന്നെ ഈ പക്ഷീനെ പോലെയുള്ളവനും നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ക്രോസയിൽ ആ മോൺസ്റ്ററിനെ കൺട്രോൾ ചെയ്യുകയും പിന്നെ അവൻ ആ പക്ഷികളോട് എല്ലാവരും മര്യാദയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഷാക്സും ഗെയിമെല്ലാം കളിച്ച് റോബിൻസൺസിനെ തോപ്പിക്കുവാണ്. സാബിനോക്കും അസ്മോഡീസും തീരുമാനിക്കുകയാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് എന്നാലും തോപ്പിക്കാൻ പറ്റുള്ളൂ എന്ന്. എന്നിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് വെലൻസിൻസിനെ ഒരു പഞ്ച് ചെയ്യുവാണ്. അതുകൊണ്ട് വെലൻസിൻസ് തന്നെ ഞെട്ടിപ്പോയി. ഈ ടീച്ചറിനെ എലിസബത്തും ക്ലാരയും കൂടെ ഞെട്ടിക്കുവാണ്. ഇരുമ അവന്റെ ഫെദർ വെച്ച് ആലോചിക്കാണ് എന്ത് തരത്തിലുള്ള ബോയോ ഉണ്ടാക്കുവാന്ന്. അപ്പൊ അങ്ങോട്ടേക്ക് അലീസ വന്നിട്ട് പറയാണ് നീ നിന്റെ ഒരു എംബാരസിംഗ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിച്ചു നോക്കിയിട്ട് ഒരു ബോ ഉണ്ടാക്കാൻ. എന്നിട്ട് ഇരുമ അവന്റെ ശക്തി ഉപയോഗിച്ച് ഒരു ബോ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നു. ബാച്ചിക്ക് ഭാഗത്തോട്ട് കയറി വരുമ്പോ കാണുവാണ് ഇരുമ ഒരു ലെജൻഡറി ബോനെ സമൻ ചെയ്തിരിക്കുകയാണ്. അത് കണ്ടിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പൊ അവൾക്ക് റോബിൻ സാറ് പറഞ്ഞ കാര്യം ഓർമ്മ വരുവാണ്. നിന്റെ അടുത്ത് ഒരു സ്റ്റുഡന്റ് വരും, ആ സ്റ്റുഡന്റ് നിന്റെ എക്സ്പെക്ടേഷനെ എക്സീഡ് ചെയ്യുന്നതാണ്. ഇവക്ക് മനസ്സിലായി ഇരുമയാണ് ആ സ്റ്റുഡന്റ് എന്ന്. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. തുടക്കത്തിൽ തന്നെ ടീച്ചേഴ്സ് ഈ ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നൽകുവാണ്. കൂടാതെ അമേരി ലാസ്റ്റ് ടൈമിൽ വിന്നറും കൂടി ആയിരുന്നെന്നും പറയുന്നുണ്ട്. ഓരോ കുട്ടികളുടെ ഇൻട്രൊഡക്ഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളെ ഡോറോ ബ്രദേഴ്സിനെ പറ്റി കാണിക്കുവാണ്. ഇവരെ പറ്റി പറയുന്നത് ഇവര് ഭയങ്കര ദുഷ്ടരാണെന്നാണ്. പിന്നെ എന്തോ ഒരു ടൈപ്പ് ഡീമനെ കാണിക്കുന്നു. അതിന്റെ അടുത്താണെങ്കിൽ ഭയങ്കര ദുർഗന്ധം വരുന്നു. എല്ലാവരും അതിന്റെ അടുത്ത് മാറിയേക്കും. പിന്നെ ഒരു പഠിപ്പിനെ കാണിക്കുന്നു. അവരാണ് എപ്പോഴും സെക്കൻഡ് വരുന്നത്. ഈ 2-3 പേര് കുറച്ച് പവർഫുൾ ആണെന്ന് തോന്നുന്നു. കാരണം അവരെ സ്പെസിഫിക്കലി എടുത്ത് കാണിച്ചിരിക്കുകയാണ് ഈ ആർക്കില്. എല്ലാ കുട്ടികളും പറയാണ് ഇതിൽ ഫസ്റ്റ് എന്തായാലും മിസ്ഫിറ്റ് ആയിരിക്കും, പക്ഷെ അവരെപ്പോഴും ഇങ്ങനെ കളിച്ച് തിരിച്ച് നടക്കുവാണല്ലോ, നമ്മളെന്തായാലും അവരെ ഒന്ന് ജയിക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മിസ്ഫിറ്റുകാർ അങ്ങോട്ടേക്ക് വരുവാണ്. അവര് ഭയങ്കര ആറ്റിറ്റ്യൂഡെല്ലാം ഇട്ടിട്ടാണ് വരുന്നത്. കാരണം അവരുടെ ട്രെയിനിങ് ഭയങ്കര ഹാർഡായിരുന്നു. ക്ലാരന്റെ എലിസബത്തിന്റെ എൻട്രി ആയപ്പോ ക്ലാര എന്തോ ഒരു സോഫ്റ്റ് ഡ്രോയിന്റെ ഡ്രസ്സ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. എല്ലാ മിസ്ഫിറ്റും കൂടെ ഒരുമിച്ചിരുന്നിട്ട് എങ്ങനെയാണ് അവർ ജയിക്കുക എന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഷാക്സ് ഇരുമേനോട് പറയാണ് നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാന്ന്. അപ്പൊ ഇരുമ പറയാണ് നമ്മളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ തോറ്റാല് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മോശമായിരിക്കും. പിന്നെ ഫെസ്റ്റിവൽ തുടങ്ങിയപ്പോൾ ഓരോ കുട്ടികളും ഓരോ ഭാഗത്തേക്കായിട്ട് ഓടുന്നു. ഈ ഫെസ്റ്റിവലിന്റെ റൂൾ എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ സാധനത്തിനും ഓരോ പോയിന്റ് ആണ്. 10, 20, 30 അങ്ങനെ ഓരോ സാധനത്തിനും ഓരോരോ പോയിന്റ് ആണ്. കുട്ടികൾക്ക് ഓരോ സാധനം കളക്ട് ചെയ്യുകയും പറിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ ഓഫീസിൽ പോയി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ പോയിന്റ് കിട്ടും. ഇവിടെ അസ്മോഡീസ് ആണെങ്കിൽ വലിയ വലിയ മോൺസ്റ്റർമാരെല്ലാം അടിച്ചിട്ട് അവരുടെ പോയിന്റ് എല്ലാം കളക്ട് ചെയ്യുകയാണ്. സാബിനോക്കും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അസ്മോഡീസും സാബിനോക്കും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ചിന്തിക്കുകയാണ് നമുക്ക് ജയിക്കണമെങ്കിൽ എത്ര പോയിന്റ് വേണമെന്ന്. അപ്പൊ അവര് പറയാണ് 50,000 പോയിന്റ് വേണമെന്ന്. ലാസ്റ്റ് ടൈം അമേരിക്ക 59,000 പോയിന്റ് ആണ് കിട്ടിയത്. അതാണ് ഇവിടുത്തെ ഹയസ്റ്റ് പോയിന്റ്. അവരിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുകയാണ് ഈ ഫോറസ്റ്റിനോട് ഒരു ലെജൻഡറി ലീഫ് ഉണ്ട്, അതിനാണെങ്കിൽ 1 lakh പോയിന്റ് ആണ്. ഇതാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് 1,00,000 പോയിന്റ് കിട്ടും. പക്ഷെ ഇതുവരെയായിട്ട് ആർക്കും ഇത് കിട്ടിയിട്ടില്ല. ഇത് റൂമർ ആണെന്നാണ് തോന്നുന്നത്. അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഉള്ളിലോട്ട് ഡോറോ ബ്രദേഴ്സ് വന്നിട്ട് അവരെ ചാലഞ്ച് ചെയ്യുകയാണ്. ഡോറോ ബ്രദേഴ്സ് പറയാണ് ഞങ്ങളെ തോപ്പിക്കുവാണെങ്കിൽ ഞങ്ങളുടെ പോയിന്റ് എല്ലാം നിങ്ങൾക്ക് തരും. അസ്മോഡീസ് പറയുന്നു ഞങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ഞങ്ങളുടെ പോയിന്റ് നിങ്ങൾക്ക് തരണം എന്നല്ല നിങ്ങളും പറയുന്നത്. അല്ല, ഞങ്ങൾക്ക് അതല്ല വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാസ്റ്ററിനെയാണ് വേണ്ടത്. ഇവര് ബാലൻസൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കുറുമിയാണെങ്കിൽ ഇവിടെ ഒരു റാണിനെ പോലെയാണ് നിൽക്കുന്നത്. അവിടെ എല്ലാ മോൺസ്റ്ററുകളും എല്ലാ ജീവികളും അവൾ പറയുന്ന പോലെ അനുസരിക്കുകയാണ്. ബേർഡ് ബോയ് ആണെങ്കിൽ അവളുടെ മാനേജർ പോലെ ആയിരിക്കുകയാണ്. കുറുമീനെ ഇങ്ങനെ കണ്ടിട്ട് അവിടെയുള്ള എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ആ കുറുമിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവൾക്ക് അവളുടെ കുറുമീന്റെ രൂപത്തിൽ നിൽക്കാണ്ട് ക്രോസൈലിന്റെ രൂപത്തിൽ തന്നെ എല്ലാവരുടെയും അറ്റൻഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ അലോസിയർ എല്ലാവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കിയിട്ട് കുറച്ച് സാധനങ്ങളെ കളക്ട് ചെയ്യുവാണ്. ഈ കാണുന്ന ആളുടെ കൂടെ ചെന്നിട്ട് ഓരോ സാധനം ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അന്നേരം അലോസരി ഇവനെ പൊട്ടനാക്കുവാണ്. ഇവര് പോയിന്റ് കളക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സ്ഥലം ശരിക്കും പോയിന്റ് കളക്ട് ചെയ്യേണ്ട സ്ഥലമല്ലായിരുന്നു. ജാസും അലോസിയറും കൂടെ ചേർന്നിട്ട് അവരെ പൊട്ടന്മാരാക്കുമായിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് ഇവരെ പറ്റിച്ചിട്ട് ഓരോ സാധനം കൊണ്ട് പോവാണ്. അവര് പറയാണ് ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ പഠിപ്പിച്ചിരിക്കുന്നത്. ദിസ് സ്കിൽ ഈസ് കോൾഡ് ക്രാഫ്റ്റി. ഇനി നമ്മൾ അവരുടെ ട്രെയിനിങ് എങ്ങനെ പോയിരുന്നു എന്ന് കാണിക്കുന്നു. ഫസ്റ്റ് ദിവസം തന്നെ അവരുടെ മാസ്റ്റർ അവരെ കൊണ്ട് ഒരു ക്ലബിലോട്ടാണ് പോയത്. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്നിട്ട് അവരുടെ സ്കില്ല് കാണിക്കാൻ വേണ്ടി പറയുന്നു. ഇപ്പൊ ജാസ് ആരുടെയും ഗീശയിൽ നിന്ന് എന്തും മോഷ്ടിക്കാൻ പറ്റും കാണിച്ചു കൊടുക്കുന്നു. അലോസിയർ ആണെങ്കിൽ അവൻ ഭയങ്കര സ്മാർട്ട് ആണെന്ന് കാണിച്ചു കൊടുക്കുന്നു. അവർ രണ്ടുപേരും ക്ലബ്ബിൽ ഭയങ്കര പോപ്പുലർ ആവുന്നു. അന്നേരം പൈസ കൊടുക്കേണ്ട സമയമായപ്പോ അവരുടെ മാസ്റ്റർ പറയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പൈസ അടയ്ക്കണമെന്ന്. ഞാൻ നിങ്ങളുടെ പൈസയൊന്നും അടയ്ക്കൂല, നിങ്ങൾ നിങ്ങളുടെ പൈസ സ്വന്തം അടയ്ക്കണം എന്ന് പറഞ്ഞു. അന്നേരം അവിടെയുള്ളവരെ അവരെയും കൊണ്ട് 3 ആഴ്ച അവരെ പിടിച്ച് അവിടുത്തെ ജോലിയെല്ലാം ചെയ്യിപ്പിക്കുന്നു. അന്നേരം അവർക്ക് മനസ്സിലാവുന്നു ഈ അഡൽസ് ഒന്നിനും കൊള്ളാത്തവരാണെന്ന്. അവരിങ്ങനെ ക്രാഫ്റ്റിഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെയും കൊണ്ട് കാര്യം ചെയ്യിപ്പിക്കുകയാണ്. അവരിങ്ങനെ ജോലി ചെയ്ത് ഇങ്ങനെ ഓരോ കള്ളത്തരങ്ങളും അങ്ങനെ ഇതെല്ലാം പഠിക്കുവാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് അവരുടെ മാസ്റ്റർ അങ്ങോട്ടേക്ക് വരുവാണ്. എന്നിട്ട് അവർ കോയിൻ ഗസ് ചെയ്യുന്ന ഒരു കളിയൊക്കെ കളിക്കുന്നു. കോയിൻ ഗസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ജയിക്കും എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് മാസ്റ്റർ മേലോട്ടേക്ക് കോയിൻ ഇട്ടിട്ട് ഏത് കയ്യിലെ കോയിൻ എന്ന് ചോദിക്കുന്നു.
അവരെന്നിട്ട് തെറ്റുത്തരാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയും കൂടെ അവർക്ക് അവിടെ നിൽക്കേണ്ടി വരുന്നു. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി ഇവര് നമ്മളെ പൊട്ടന്മാരാക്കുവാന്ന്. എന്നിട്ട് അവര് വിചാരിച്ചു നേരെ ഒന്നും പോയിട്ട് കാര്യമില്ല, ഇനി വളഞ്ഞ വഴി കൂടെ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ എന്ന്. പിന്നെയും കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ട് അവരുടെ മാസ്റ്റർ പിന്നെയും തിരിച്ചു വരുന്നു. മാസ്റ്റർ പിന്നെയും അയാളുടെ കോയിൻ ഇടാൻ നോക്കുന്നു. അപ്പോൾ ജാസ് അവന്റെ സ്കില്ല് ഉപയോഗിച്ചിട്ട് ആ കോയിൻ അവന്റെ കൈ പിടിക്കുന്നു. അപ്പൊ അവിടെയുള്ളവർ പറയാണ്, ഓ അവൻ ഇതെല്ലാം ചെയ്തല്ലേ. അവരുടെ മാസ്റ്റർ ചിരിച്ചോണ്ട് കരഞ്ഞോണ്ട് പറയാണ്, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, എന്റെ ലെഫ്റ്റ് കയ്യിലാണ് ഈ കോയിനുള്ളത്. എന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ കോയിന് മാസ്റ്ററിന്റെ ലെഫ്റ്റ് കയ്യിലോട്ട് എത്തുന്നു. എന്നിട്ട് അവർക്ക് ഭ്രാന്താവുകയാണ്. അപ്പത്തേക്ക് അവർ രണ്ടുപേരും കുറെ മൈൻഡ് ഗെയിംസ് ഒക്കെ പഠിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു മൈൻഡ് ഗെയിമാണ് ഈ ഫെസ്റ്റിവലിൽ ഇവർ ഉപയോഗിച്ചത്. ഇനി നമ്മളെ ഇരുമേനെ കാണിക്കുന്നു. ഇരുമ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ കുറെ ആൾക്കാർ ഇരുമേനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. എന്തെന്നാൽ അവന് ഇരുമേന്റെ കോയിൻ മോഷ്ടിക്കുക എന്ന് വിചാരിച്ചിട്ടാണ്. അന്നേരം കൊണ്ട് അവൻ കളക്ട് ചെയ്ത സാധനങ്ങൾ വെച്ചിട്ട് അവൻ ഫുഡ് ഉണ്ടാക്കി കഴിക്കുവാണ്. ഇനി നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുവാണ്. ഇരുമയും ഷാക്സും കൂടെ കാട്ടിക്കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇരുമയെ കുറച്ച് സംരക്ഷിക്കണം എന്ന് വിചാരിക്കുന്നു. കാരണം അവൻ സലവന്റെ കൂടെയല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് അവന് ഹാർഡ്ഷിപ്പ് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ നമുക്കറിയാലോ അവൻ ചെറുപ്പം മുതൽ ഭയങ്കര കഷ്ടപ്പെട്ടാ ജീവിക്കുന്നതെന്ന്. അന്നേരം ആ സർവൈവ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ആദ്യം നമുക്ക് ഭക്ഷണം കണ്ടുപിടിക്കണം, വീട്ടുണ്ടാക്കണം എന്നൊക്കെ പറയുന്നു. ഷാക്സ് ഇതെല്ലാം കണ്ട് ഞെട്ടിപ്പോവാണ്. ഇവനെങ്ങനെ ഇതെല്ലാം അറിയാന്നൊക്കെ വിചാരിച്ച്. പിന്നെ ആ ഷാക്സ് ഇരുമ ഓരോരോ സാധനങ്ങൾ കളക്ട് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് അവിടെയുള്ള ബാക്കിയുള്ള സ്റ്റുഡന്റ് അവിടെ നിന്നും പോവുകയാണ്, അവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്. ശരിക്കും ഷാക്സ് കുറച്ച് സാധനങ്ങൾ മാറ്റി അവന്റെ കീശായി ഇട്ടിട്ടുണ്ടായിരുന്നു. ഷാക്സ് പറയാണ്, ഇരുമയ്ക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ, അവൻ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം ഓടിക്കുകയും പിന്നെ അവര് വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ കയ്യിലൊന്നും ഇല്ലാന്ന്, അതുകൊണ്ട് നമ്മളിപ്പോ സേഫ് ആയിരിക്കും. അടുത്ത സീനെ കാണിക്കുകയാണ് കുറച്ച് ആൺകുട്ടികൾ എല്ലാവരും കൂടെ മിക്സറിലോട്ട് പോയിരിക്കുന്നതായിട്ട്. അവിടെ അവര് കുറച്ച് പെൺകുട്ടികളെ കാണുന്നു. ഷാക്സ് അവരോട് പറയാണ്, നിങ്ങൾ ഈ പെൺകുട്ടികളെ കുറച്ച് ശ്രദ്ധിക്കാത്ത പോലെ ഇരിക്കണം എന്ന്. ശരിക്കും ഷാക്സ് ആ പെൺകുട്ടികളോട് സമയം ചെലവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ഇത് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ആ പെൺകുട്ടികൾ സാബനോക്കിന്റെ ഇരുമേന്റെ അടുത്ത് തന്നെയായിരുന്നു ഇരുന്നോണ്ടിരുന്നത്. ഒരു പെൺകുട്ടി പോലും അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഷാക്സ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ക്ലാര അങ്ങോട്ടേക്ക് അവളുടെ വിചിത്രമായ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് ഇരുമേനെ പിടിച്ചോണ്ട് പോവാണ്. എന്നിട്ട് ഷാക്സിന്റെ അടുത്തോട്ട് എലിസബത്ത് വന്നിട്ട് അവനെ കുറച്ച് സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. എന്നിട്ട് അവള് കുറച്ച് സെഡ്യൂസ് ഒക്കെ ചെയ്തിട്ട് നീ നിന്റെ പോയിന്റ് അല്ല എനിക്ക് താന്നൊക്കെ പറയുന്നു. അവൻ ആദ്യം കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം അവൻ തന്നെ അതെടുത്ത് കൊടുക്കുവാണ്. ഷാക്സ് കുറച്ചും കൂടെ അവന്റെ അടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും എടുത്തു കൊടുത്തു എലിസബത്തിന് വേണ്ടിയിട്ട്. അന്നേരം എലിസബത്ത് പറയാണ്, ഞാൻ നിന്റെ അടുത്ത് എന്റെ ബ്ലഡ് ലൈൻ മാജിക് ഉപയോഗിച്ചില്ല, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ഞാൻ ആ മാജിക് ഉപയോഗിക്കൂല. അത് കേട്ടപ്പോ ഷാക്സ് വിചാരിച്ച് എലിസബത്തിന് അവളിനെ ഇഷ്ടമാണ്. അപ്പൊ ഷാക്സ് ചോദിക്കും, നിനക്കെന്നെ ഇഷ്ടമാണോ? അപ്പൊ എലിസബത്ത് പറയുന്നു, ആ എനിക്ക് നിന്നെ ഇഷ്ടമാ, പിന്നെ എനിക്ക് എല്ലാ മിസ്ഫിറ്റിലുള്ള ആൾക്കാരെ ഇഷ്ടമാണ്, കാരണം അവരെല്ലാരും എനിക്കറിയാം, അതുകൊണ്ട്. അത് കേട്ടിട്ട് അവനങ്ങ് വിഷമായി പോകുന്നു. ഇനി എലിസബത്തിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. അവളുടെ ആഗ്രഹം എന്തെന്നാൽ അവളെ എല്ലാവരും അവളുടെ ബ്ലഡ് മാജിക് അല്ലാണ്ട് സ്നേഹിക്കണം എന്നായിരുന്നു. അവളെ അൺകണ്ടീഷണലി സ്നേഹിക്കണം എന്നാണ്. ഷാക്സിന്റെ അടുത്ത് നിന്ന് പോയിന്റ് കളക്ട് ചെയ്തിട്ട് അവൾ അവിടുന്ന് പോകുന്നു. ക്ലാര ആണെങ്കിൽ ഇരുമേനെ പിടിച്ചിട്ട് അവളുടെ കോസ്റ്റ്യൂമിന്റെ ഉള്ളിലോട്ട് കയറ്റുവാണ്. അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ക്ലാര അവളുടെ ഒരു മാജിക് ഉപയോഗിക്കുകയാണ്. അതാണ് ക്ലാരാസ് ടോയ് ബോക്സ്. അതിന്റെ ഉള്ളിൽ കയറി പറഞ്ഞാൽ ഇരുമ ഒരു കുഞ്ഞു കുട്ടിയായി പോയി. പിന്നെ അവിടെ കുറെ കഴിക്കേണ്ട സാധനങ്ങളും പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ലാര പറയാണ്, ഇരുമ നമുക്ക് ഇന്ന് കുറെ കഴിഞ്ഞിട്ട് കളിക്കാം. പിന്നെ അവർ കുറെ നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് തോക്കുകൊണ്ട് കളിക്കുന്നു, പിന്നെ എന്തോ ഒരു വട്ടത്തിലുള്ള സാധനത്തിന്റെ അത് വെച്ച് കളിക്കുന്നു. പിന്നെ അവർ ചാടാൻ വേണ്ടി തുടങ്ങുന്നു. പിന്നെ ക്ലാര ഒരു പാട്ടൊക്കെ പാടുന്നു. അങ്ങനെ ഇരുമ അവന്റെ എല്ലാ കാര്യങ്ങളും മറന്ന് ഗെയിംസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ടോയ് വേൾഡ് പ്രത്യേകതയുണ്ട്. ഈ ടോയ് വേൾഡിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവരുടെ മാന മൊത്തം ഈ ടോയ് വേൾഡ് അബ്സോർബ് ചെയ്യും. ആ കാര്യം ക്ലാര മറന്നുപോയിരുന്നു. അവള് ഇരുമേനെ അവളുടെ സ്നേഹത്തിൽ വീഴ്ത്താൻ വേണ്ടി നോക്കുമായിരുന്നു. കാരണം അവളുടെ ടീച്ചർ പറഞ്ഞായിരുന്നു അതിന്റെ ഉള്ളിൽ വരുന്നവരെല്ലാം നിന്നെ സ്നേഹിക്കുമെന്ന്. പിന്നെ കുറെ നേരം ഇവര് കളിച്ച് ഇരുമേന്റെ മാന മൊത്തം അബ്സോർബ് ആയി ഓൾമോസ്റ്റ് തീരാറായിരുന്നു. അന്നേരം അവൻ ക്ഷീണിച്ച് അവളുടെ വയറ്റിൽ വീഴുന്നു. ക്ലാര വിചാരിച്ച് അവളുടെ സ്നേഹത്തെ അവൻ വീണെന്ന്. എന്നിട്ട് അവൾ അവനോട് ഐ ലവ് യു എന്ന് പറയുന്നു. ഇരുമ ആക്കാര് ശ്രദ്ധിച്ചേ ഇല്ലായിരുന്നു. ഇരുമ പറയുന്നു, ക്ലാര നിന്റെ കൂടെ കളിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന്. എലിസബത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് അവരെ വേൾഡിൽ നിന്ന് പുറത്തിറക്കുവാണ്. അന്നേരം അവർക്ക് രണ്ടുപേർക്ക് 5400 പോയിന്റ് കിട്ടിയിരുന്നു. ഇരുമേന്റെ ടീമിന്റെ അടുത്താണെങ്കിൽ ഒരു പോയിന്റും ഇല്ല. ഇപ്പൊ രാത്രി ആയിരിക്കാണ്. ഈ സമയം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സമയമാണ്. ഇവരെ ഇപ്പൊ ഇതെല്ലാം കളക്ട് ചെയ്ത് ക്ഷീണിച്ചിരിക്കുമ്പോ ഇവിടെയുള്ള മോൺസ്റ്ററുകളെല്ലാം ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. അണ്ണാനെ പോലെയുള്ള മോൺസ്റ്റർ കുട്ടികളെ പിടിക്കുന്നു. പിന്നെ ഒരു പക്ഷീനെ പോലെയുള്ള ആൻസറൊക്കെ തിന്നാൻ നോക്കുവാണ്. അന്നേരം ആ കുട്ടികളെല്ലാം പറയുന്നു, ഐ ക്വിറ്റ്, ഐ സറണ്ടർ. അപ്പോൾ അങ്ങോട്ടേക്ക് ടീച്ചർമാരെല്ലാരും വന്നിട്ട് ഈ കുട്ടികളെ എല്ലാരും രക്ഷിക്കുവാണ്. അങ്ങനെ ടീച്ചർമാർ ഓരോരുത്തരായിട്ട് ഓരോ കുട്ടികളെ ഇങ്ങനെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രി മൊത്തം കുട്ടികളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ടീച്ചർമാർ. എന്നിട്ട് അവരെ ഈ ഗെയിമിൽ നിന്ന് പുറത്താക്കുന്നു. ഏത് കുട്ടിയാണ് ക്വിറ്റ് എന്ന് പറയുന്നത് ആ കുട്ടി ആ ഗെയിമിൽ നിന്ന് പുറത്തായിരിക്കും. കുറച്ച് ഗേൾസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പുറകിൽ ഒരു വലിയ മോൺസ്റ്റർ വന്ന് നിൽക്കുവാണ്. അവര് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു ക്യാസിൽ ഉണ്ടാവും. അവര് ചിന്തിക്കുകയാണ്, ഇവിടെ ആര് ക്യാസിലൊക്കെ ഉണ്ടാക്കിയെന്ന്.
അപ്പോ നമ്മളെ കാണിക്കാണ് ഇതുണ്ടാക്കിയാണ് ആ സ്ലീപ്പി ബോയ്. അവൻ പറയാണ് നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി എന്റെ ഈ കാസിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. അവൻ ഈ സമയം അവന്റെ മാസ്ക് മാറ്റിയിരിക്കുകയാണ്. അന്നേരം ഈ പെൺകുട്ടികൾക്ക് അവൻ ഭയങ്കര ഹാൻസം ആയിട്ടാണ് ഉള്ളത്. ഗാപ്പാണെങ്കിൽ പുറത്ത് എന്നിട്ട് ആ മോൺസ്റ്ററെ എല്ലാം കട്ട് ചെയ്തിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കാസിലിന്റെ ഉള്ളിലോട്ട് കയറുന്നു. അവൻ വന്ന് നോക്കുമ്പോൾ ആ CP ബോയിനെ എല്ലാ പെൺകുട്ടികളെയും കൂടെ ചേർന്നിട്ട് ഡ്രസ്സ് മാറ്റുന്നു, ഹെയർ സ്റ്റൈൽ മാറ്റുന്നു. എന്നിട്ട് അവനെ കുറച്ചും കൂടെ ഹാൻസം ആക്കാൻ വേണ്ടി നോക്കുവാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ഗാപ്പ് വന്ന് ആ സംഭവം എല്ലാം നേരെയാക്കാൻ വേണ്ടി നോക്കുവാണ്. സ്ലീപ്പി ബോയ്ക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. ഇവരെല്ലാരും കൂടി ഇവനെ ശല്യപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മളോട് പറയാണ് സ്ലീപ്പി ബോയും ഗാപ്പും എങ്ങനെ ഫ്രണ്ട് ആയെന്ന്. ഒരു ദിവസം സ്ലീപ്പി ബോയ് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ ഗാപ്പ് അവന്റെ വീട്ടിലോട്ട് വരുവാണ്. അവൻ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഭക്ഷണങ്ങളെല്ലാം കൊണ്ടുവരും. പിന്നെ അവന്റെ കൂടെ എപ്പോഴും എൻജോയ് ചെയ്യുമായിരുന്നു. ആദ്യം സ്ലീപ്പി ബോയ്ക്ക് അവൻ അത്ര ഇഷ്ടമല്ലായിരുന്നു. കാരണം അവൻ ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അവനിങ്ങനെ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ഓർക്കാൻ പറ്റൂലായിരുന്നു. അവൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കുവായിരുന്നു. എല്ലാ ദിവസവും വരുമായിരുന്നു. എന്നിട്ട് ഒരു ദിവസം ഇവനോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. എന്നിട്ടും ഇവൻ പിറ്റേ ദിവസം വന്നു. അന്നേരം എനിക്ക് മനസ്സിലായി ഇവനൊരു മാറ്റം ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളായി. അങ്ങനെ അവരിയ്ക്കുമ്പോൾ കാപ്പിനൊരു സൗണ്ട് കേൾക്കുവാണ്. കുറെ കുട്ടികൾ മോൺസ്റ്റർ അറ്റാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഗാപ്പ് അങ്ങോട്ട് എന്നിട്ട് ആ കുട്ടികളെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. ഗാപ്പ് ചോദിക്കുകയാണ് ഈ കുട്ടികളും കൂടെ ഈ കാസിലോട്ട് കയറ്റാ പോകുന്നു. അപ്പൊ സ്ലീപ്പി പോയി ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൻ കയറ്റുന്നു. എന്നിട്ട് ഗാപ്പ് അതിൽ ഓർക്കുമ്പോൾ കുറെ കുട്ടികൾ. അന്നേരം സ്ലീപ്പി പോയി ഞാൻ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നു നീ എന്തിനാ ഇത്രയും കുട്ടികളെ കൊണ്ടുവന്നേ. പിന്നെ നമ്മൾ കാണിക്കുകയാണ് എല്ലാവരും സ്പെഷ്യൽ ടീച്ചർമാരും ഒരുമിച്ചിരുന്നിട്ട് അവരുടെ കുട്ടികളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ പറയണം ആരാണ് ജയിക്കുക ആരാണ് മുമ്പേ വരിക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ടീച്ചർമാരെല്ലാവരും അവരുടെ സ്റ്റുഡന്റ് ജയിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുമേന്റെ ഗ്രാൻഡ് പേ ഒപ്പേരേസാനും പിന്നെ ബാച്ചിക്കോ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. ബാച്ചിക്കോനെ മുമ്പോട്ട് പിടിച്ചിട്ട് പറയാൻ നിങ്ങൾ ഇൻട്രൊഡ്യൂഷൻ ഒക്കെ ചെയ്യുന്ന അതിനുശേഷം നമുക്ക് കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ടീച്ചർമാർ പറയുന്നു അവരുടെ കുട്ടികൾ ഈ കാര്യത്തിൽ എക്സ്പെർട്ട് ആണ് ആ കാര്യത്തിൽ എക്സ്പെർട്ട് ആണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇവരിങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബലൻസൻസിന്റെ ചെറുപ്പത്തിൽ 55,000 പോയിന്റ് കളക്ട് ചെയ്തിരുന്നു എന്ന് പറയുന്നു. കാരണം പുള്ളി മോൺസ്റ്ററിനോടും പ്ലാന്റിനോടൊക്കെ സംസാരിച്ചിട്ട് ഇവരിങ്ങനെ പറഞ്ഞിട്ട് ഗ്രോസൈലിനെയും കാമുവിനെയും എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. അവരിപ്പോ ബീസ്റ്റിനെ കൺട്രോൾ ചെയ്യുകയാണ്. അപ്പൊ സെക്യൂപ്പസ് ടീച്ചർ പറയുന്നു പിള്ളേർക്ക് അട്രാക്ഷൻ കൊണ്ട് ഉപകാരമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവർക്കാണെങ്കിൽ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്തിട്ട് അവരുടെ പോയിന്റ് എടുക്കാൻ വേണ്ടി പറ്റും. ഓരോ ടീച്ചേഴ്സ് അവരുടെ സ്റ്റുഡൻസിനെ പറ്റി പറയാണ്. ഇരുമേന്റെ ഉദ്ദേശം പറയാണ് ഇരുമേനെയും കാണിക്കേ. അന്നേരം അവർ ഇരുമേന്റെ അടുത്ത് ക്യാമറ കൊടുക്കുമ്പോൾ അവരുടെ അടുത്ത് 0 പോയിന്റ്. അപ്പൊ ചോപ്പ് കളറുള്ള ഡീമൻ പറയാണ് ഇവരെന്തായാലും ജയിക്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ്. എന്നിട്ട് ബാച്ചിക്ക് ദേഷ്യപ്പെട്ടിട്ട് പറയാണ് ഞാൻ നിന്നോട് ബെറ്റ് വെക്കാം ഇരുമ തന്നെ ആയിരിക്കും ജയിക്കുക. രാത്രി എല്ലാ കുട്ടികളും ഉറങ്ങുന്നതായിട്ട് കാണിക്കുന്നു. സാബിനെയും ആസ്മോഡിയസിനെയും ഒഴിച്ച്. കാരണം അവരൊരു ബാറ്റിലാണ് അഗെയിൻസ്റ്റ് ഡോറോ ബ്രദേഴ്സ്. ഈ സമയം അവരൊരു മോൺസ്റ്ററിന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മോൺസ്റ്ററിന്റെ കഴുത്തിൽ ഒരു ആപ്പിൾ ഉണ്ട്. ഈ ആപ്പിൾ മുറിക്കാൻ വേണ്ടി അവർക്ക് ആ മോൺസ്റ്ററിന്റെ നേരെ 100 രൂപ അറ്റാക്ക് ചെയ്യണം. ഈ ആപ്പിളിനാണെങ്കിൽ ഭയങ്കര വാല്യൂ ഉണ്ട്. ഡോറോ ബ്രദേഴ്സും അസ്മോഡിയസും സാബനും കൂടി ഈ മോൺസ്റ്ററിന്റെ നേരെ അറ്റാക്ക് ചെയ്യുകയാണ്. പിന്നെ നമ്മളൊരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. പിന്നെ ഇവരെന്തിനാ ബാറ്റിൽ തുടങ്ങിയെന്നുള്ളത് കാണിക്കുകയാണ്. ഇവര് അസ്മോഡിയസിന്റെ സാബനോവിന്റെ അടുത്ത് വന്നിട്ട് പറയാണ് ഇവരുടെ കൂടെ ബാറ്റിൽ ചെയ്യുന്നത്. ജയിച്ചാൽ ഇവരുടെ പോയിന്റ് അവർക്ക് കൊടുക്കാമെന്നും തോറ്റാൽ അവരുടെ മാസ്റ്ററിന് കൊടുക്കണമെന്നും പറയുന്നു. ഇത് കേട്ടിട്ട് അസ്മോഡിയസും സാബനവും പറയാണ് ഞങ്ങൾക്ക് ഈ ബാറ്റിൽ ചെയ്യേണ്ട ഞങ്ങൾ കുറച്ച് ബിസിയാന്നൊക്കെ പറയുന്നു. അന്നേരം ഡോറോ ബ്രദേഴ്സ് എന്തൊക്കെയോ ഒരു മോശമായ കാര്യം ഇവരോട് പറയാണ്. ഇത് കേട്ടിട്ട് അവർ ഈ ബാറ്റിന് വേണ്ടി അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ അസ്മോഡിയസും സാബനവും കൂടെ ചേർന്ന് ആ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അതിന്റെ കൂടെ ഡോറോ ബ്രദേഴ്സും കൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അസ്മോഡിയസും സാബനവും കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്ക് കൂടുന്ന കണ്ടിട്ട് ഡോറോ ബ്രദേഴ്സിന് വരെ ദേഷ്യം വരുന്നുണ്ട്. അസ്മോഡിയസിനും സാബനക്കും മനസ്സിലാകുവാണ് ഡോറോ ബ്രദേഴ്സ് അവരുടെ നേരെ ഒരു മാജിക് സ്പെൽ ഉപയോഗിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് അവർ ഡോറോ ബ്രദേഴ്സിനെ പിടിക്കുന്നു. എന്നിട്ട് ഡോറോ ബ്രദേഴ്സ് അവരുടെ ഫ്ലാഷ് ബാക്ക് പറയുകയാണ്. അവർക്ക് സ്കൂളിൽ ഇങ്ങനെ അഡ്മിഷൻ കിട്ടിയായിരുന്നു. പക്ഷെ അവർക്ക് പഠിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ട് അവർ ബാറ്റിൽ ഫീൽഡിലോട്ട് പോയി. അവരിങ്ങനെ ബാറ്റിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അവര് ഒരു സെൻസറിനെ കാണുവാണ്. അവരുടെ ടീച്ചർ അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ എബിലിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടി ഒരുപാട് സഹായിച്ചു. ടീച്ചർ പറയാണ് നിങ്ങളുടെ ഈ എബിലിറ്റി ഇല്ല മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്തിട്ട് അവരെ കൊണ്ട് ബാറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് ബാറ്റിൽ ഫീൽഡ് എന്തായാലും ഉപയോഗപ്പെടും. അത് കേട്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി. അത് എന്റെ ടീച്ചർ പറയാണ് എനിക്കൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാന്ന്. അവരോട് അങ്ങനെ പറഞ്ഞിട്ട് അവരെ കെട്ടിയിട്ടിട്ട് പോവാണ്. നമ്മളെ കാണിക്കുകയാണ് അത് ബലൻസൻസ് അല്ലായിരുന്നു. അതാ ചോപ്പ് ഡീമൻ ആയിരുന്നു. ഇത് ജാസിന്റെ അലോസിയറിന്റെ ടീച്ചർ ആയിരുന്നു. ഇവര് വിചാരിച്ചത് അത് സാബനോക്കിന്റെ അസ്മോഡിയസിന്റെ ടീച്ചർ ആയിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ആ ടീച്ചറെ മറ്റേ സ്ട്രോങ്ങസ്റ്റ് ടീമിന്റെ കൂടെ ട്രെയിനിങ് കൊടുക്കാനായിരിക്കും ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ടാണ്. അത് അവർക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതാണ്. ഇത് ഈ സീസൺ മൊത്തം ക്ലിയർ ആവുകയില്ല. അതിനുശേഷം അസ്മോഡിയസും സാബനവും കൂടി ഡീമന്റെ നേരെ അറ്റാക്ക് ചെയ്തിട്ട് ആപ്പിൾ എടുക്കാൻ വേണ്ടി നോക്കുവാണ്. അവരെ ഓരോരോ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. അസ്മോഡിയസിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നു. അവൻ പറയുന്നു മതി
ഇനി മതി. എന്നിട്ട് അവന്റെ മുടി അഴിച്ചിടുവാണ്. എന്നിട്ട് അവൻ പറയാണ് ഇനി ഞാൻ എന്റെ ഈവിൽ സൈക്കിളിലോട്ട് കിടക്കും. ഇനി നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. അതിൽ ബലൻസൻസ് അവരെ ഈവിൽ സൈക്കിളിലോട്ട് കയറാനും തിരിച്ചു വരാനും ഉള്ള ഒരു മരുന്ന് കൊടുക്കുവാണ്. ബലൻസൻസ് പറയാണ് നിങ്ങൾ നിങ്ങളുടെ ഈവിൽ സൈക്കിളിന്റെ ട്രെയിനിങ് ഇത് നിങ്ങളെ എന്തെങ്കിലും വലിയ അപകടം വരുമ്പോൾ സഹായിക്കും. എന്നിട്ട് നിങ്ങളുടെ ശക്തി മുഴുവനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതുകൊണ്ട് അസ്മോഡിയസിന് ഏത് സമയത്ത് ഈവിൽ സൈക്കിളിലോട്ട് കയറാനും പുറത്തിറങ്ങാനും പറ്റും. അസ്മോഡിയസ് അവന്റെ ഈവിൽ സൈക്കിളിൽ കയറി. അത് ഭയങ്കര അപകടകരമായ നിമിഷങ്ങളായിരുന്നു. അവന്റെ മുഴുവൻ ശക്തി എടുത്ത് ആപ്പിളിനെ അതിൽ നിന്ന് പുറത്തെടുക്കും. അതിനുശേഷം അവന്റെ മുഴുവൻ നിയന്ത്രണം കൈവിട്ടുപോയി. അവൻ ഡോറു ബ്രദേഴ്സിനെ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു. അപ്പൊ സ്ഥാപനം അങ്ങോട്ടേക്ക് വന്ന് ഇരുമാന്ന് ഒച്ചത്തിൽ നിലവിളിച്ചപ്പോ അവൻ ശരിയാവുകയാണ്. ഇനി ഫ്ലാഷ് ബാക്കിൽ കാണിക്കാനും ബലൻസൻസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു വാക്ക് തീരുമാനിക്കുക. ആ വാക്ക് പറയുമ്പോൾ മറ്റേയാള് ഈവിൽ സൈക്കിളിൽ നിന്ന് പുറത്തു വരും. അസ്മോഡിയസിന്റെ പുറത്തു വരേണ്ട വാക്കുകളായിരുന്നു ഇരുമ. എന്നിട്ട് അസ്മോഡിയസ് അതിൽ നിന്ന് പുറത്തു വരുവാണ്. ഇതോടെ അസ്മോഡിയസും സ്ഥാപനവും ജയിക്കുകയാണ് ഡോറു ബ്രദേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട്. ഇനി നമ്മളെല്ലാ കുട്ടികളുടെ റാങ്കിങ് കാണിക്കുകയാണ്. ഇരുമയ്ക്കും ഷാക്സിനും 0 പോയിന്റും ഉറങ്ങുന്നവനും കാവിനും കൂടെ 8200 പോയിന്റും പിന്നെ കാണിക്കുകയാണ് എലിസബത്തിനെയും ക്ലാരേനെയും. അവർക്ക് 9400 പോയിന്റും പിന്നെ 12800 പോയിന്റോടെ ജാസും അലോസീറും പിന്നെ 40200 പോയിന്റോടെ ക്രോസൈലും കാമുയും പിന്നെ 50100 പോയിന്റോടെ സാബനോക്കും അസ്മോഡിസും സാബനവും കൂടെ ഡോറു ബ്രദേഴ്സിനോട് സൗഹൃദത്തിലാവുകയാണ്. അന്നേരം ഡോറു ബ്രദേഴ്സ് പറയാണ് ഞങ്ങൾ ഒരു പ്രാവശ്യം തോറ്റു, പക്ഷെ ഇനി ഞങ്ങൾ തോക്കൂല. എന്നിട്ട് പിന്നെ അവര് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്. പിന്നെ രണ്ടാമത്തെ ദിവസത്തിന്റെ തുടക്കത്തില് അന്നേരമാണ് എരുമയ്ക്ക് ഓർമ്മ വരുന്നത് അവരുടെ അടുത്ത് ഒരു പോയിന്റും ഇല്ല, ഉണ്ടായിരുന്ന പോയിന്റ് എല്ലാം അവര് തിന്നുകയും ചെയ്തെന്ന്. അന്നേരം ഷാക്സ് പറയാണ് നമുക്ക് ജയിക്കാൻ ഒരു അവസരമുണ്ട്, നമ്മളെ ലെജൻഡറി ലീഫ് കണ്ടുപിടിക്കുകയാണെങ്കിൽ. അതിനാണെങ്കിൽ 1,00,000 പോയിന്റ് ആണുള്ളത്. അന്നേരമാണ് അവർക്ക് സ്ട്രൈക്ക് ആവുന്നത്. അവര് ഇവിടെയുള്ള മോൺസ്റ്ററിനോടും ചെടികളോടും എല്ലാം സംസാരിച്ച് ആ ലെജൻഡറി ലീഫ് എവിടെയാ ഉള്ളതെന്ന് അന്വേഷിക്കാമെന്ന്. അന്നേരം അവര് വിചാരിക്കാണ് കാമോയിനോട് പോയിട്ട് സംസാരിക്കാന്ന്. കാമോയ്ക്കാണ് കഴിവുള്ളത് ഈ ബീസ്റ്റിനോടൊക്കെ സംസാരിക്കാനുള്ള. കാമുയി എന്തായാലും നമ്മുടെ കൂട്ടുകാരിലെ അവനെന്തായാലും സഹായിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അവര് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അന്നേരം നമ്മൾ കാണിക്കുകയാണ് ക്രോസൈലിന്റെ അണ്ടറിൽ ഈ ഇവിടെയുള്ള മാജിക്കൽ ബീസ്റ്റ് എല്ലാം കൂടെ അവളുടെ കൺട്രോളിൽ നിൽക്കുവാണെന്ന്. ഇരുമയും ഷാക്സ് ക്രോസൈലിന്റെ അടുത്ത് ചെന്നപ്പോൾ അവര് അവളുടെ അടുത്ത് മുട്ടുകുത്തിയിരിക്കുമായിരുന്നു. ഇവള് പറയുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഷാക്സ് പറയാണ് എലിസബത്ത് അവളുടെ സെഡക്ഷൻ മാജിക് ഉപയോഗിച്ചിട്ട് എല്ലാവരുടെ അടുത്ത് നിന്നും പോയിന്റ് മോഷ്ടിക്കുവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മാജിക്കൽ ലീഫിനെ കണ്ടുപിടിക്കാം, എന്നെ ഒന്ന് സഹായിക്കുമോ പ്ലീസ്. ക്രോസൈൽ പറയാണ് നിങ്ങൾ ഈ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇട്ട് ഡാൻസ് കളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്നിട്ട് അവർ രണ്ടുപേരും ഡ്രസ്സ് മാറിയിട്ട് ഡാൻസ് കളിക്കുകയാണ്. ഇത് അവൾ ചോദിച്ചതിന് കാരണം അവൾക്ക് ഡെമിഡോളിനെ ഇഷ്ടമാണ്. കാരണം അവള് സ്വന്തമായിട്ട് ഒരു ഡെമിഡോൾ ആണല്ലോ. എന്നിട്ട് കാമുയി അവരെ സഹായിക്കുകയാണ് ഈ മാജിക്കൽ ലീഫ് എവിടെയാന്ന് ഇവരോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എവിടെയുള്ള ബീസ്റ്റ് ഒരു പാട്ട് പാടാണ്. ആ പാട്ടിന്റെ ഉള്ളില് ഇവർക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. കാമുയി ഈ കാര്യം എഴുതിയിട്ട് ഇറമയ്ക്കും ഷാക്സിനും ഇത് കൊടുക്കുവാണ്. ഇനി നമ്മൾ കുറെ കുട്ടികൾ തോറ്റ് പിന്മാറുന്നതായിട്ട് കാണിക്കുന്നു. അവര് ഓരോരോ സ്ഥലത്ത് ക്ഷീണിച്ച് കിടക്കുവാണ്. ടീച്ചർമാരും ഭയങ്കര ക്ഷീണത്തിലാണ്. അപ്പൊ സ്റ്റുഡന്റ് കൗൺസിലുള്ള മെമ്പേഴ്സിനെ അമേരിയ അങ്ങോട്ടേക്ക് വരുവാണ്. അമേരിയ അതിന്റെ ഇടയ്ക്ക് ഇരുമേനെ പറ്റി ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പിങ്ക് മുടിയുള്ള പെൺകുട്ടി അവളെ കുറച്ച് കളിയാക്കുവാണ്. നിനക്ക് ഇരുമേനെ ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അമേരിക്കൻ നിനക്കിത് എങ്ങനെ അറിയാന്ന്. അപ്പൊ അവള് പറയുന്നത് എനിക്കിതൊക്കെ അറിയാം, നിനക്ക് ഇരുമേനെ ഇഷ്ടമാന്ന്. ഇനി അമേരിയ ടെന്റിലോട്ട് പോകുമ്പോ അവിടെ കുറെ പിന്മാറിയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ചുപേര് ബിഡിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അമേരിയ ചോദിക്കും നിങ്ങളെന്തിനാ ഈ ബിഡിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അവര് ഞങ്ങളല്ല ഇത് ഇവരാ ഇതെന്ന്. ക്യാമറ തിരിക്കുമ്പോ അലോസീറിനെയും ജാസിനെയും കാണിക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ രണ്ടുപേരും ഈ കോമ്പറ്റീഷനിൽ നിന്ന് ഔട്ടായിരിക്കുവാണെന്ന്. അവർ രണ്ടുപേരും അവിടെ സമാധാനത്തോടെ ഇരുന്ന് ന്യൂഡിൽസ് തിന്നുമായിരുന്നു. അപ്പൊ അമേരിയ വന്നിട്ട് ചോദിച്ചു നിങ്ങളെങ്ങനെ ഇതിൽ നിന്ന് ഔട്ടായെന്ന്. എന്നിട്ട് ജാസ് പേടിച്ചിട്ട് പറയാണ് എനിക്കൊരു അപകടകരമായ കഥ പറയാണ്ട് കേക്ക്. അവൻ പറയാണ് അലോസീറും അവനും കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ അവരവരുടെ ടീച്ചറിനെ പറ്റി അവരുടെ സ്കില്ലിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോ പെട്ടെന്ന് ജാസ് അവന്റെ ചേട്ടനെ പറ്റി പറയാണ്. അവന്റെ ചേട്ടനെ അവന് ഇഷ്ടമല്ലാന്നും അവൻ ഭയങ്കര ദുഷ്ടനാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവന്റെ ചേട്ടനെ അവിടെ ചുറ്റും കാണുവാണ്. അവന്റെ ചേട്ടനെ കണ്ടിട്ട് അവന് ദേഷ്യം വന്നിട്ട് അവന്റെ നേരെ അറ്റാക്ക് ചെയ്യുന്നു. ശരിക്കും അത് അവന്റെ ചേട്ടനല്ലായിരുന്നു, അത് ഈ കണ്ണട വെച്ചിട്ടുള്ള ചെക്കനില്ലേ അവന്റെ പേരാണ് ഒറേബോസ്. ഇവന്റെ എബിലിറ്റി എന്തെന്നാൽ ഇവന് മറ്റൊരാൾക്ക് ഇഷ്ടമല്ലാത്ത നൈറ്റ് മെയർ കാണിക്കാൻ വേണ്ടി പറ്റും. ഒരു ഇല്യൂഷൻ പോലെ ഒരു കണ്ടസ്റ്റന്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവനെ അതിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജാസ് അലോസീർ ഈ ഗെയിമിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. ഇവരിത് വായിച്ച് ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഒരു വൈഫ് കല്ലും ഒരു ഹസ്ബൻഡ് കല്ലും ഉണ്ട്. ഇവർ രണ്ടുപേരും എന്നിട്ട് രണ്ട് വഴിയിലോട്ട് പോവാണ്. ഇരുമ സീഡ് ഓഫ് ബിഗിനിങ്ങും ഷാക്സ് ദ വേസ് ഓഫ് എൻഡിങ് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഇരുമ ഇങ്ങനെ അന്വേഷിച്ച് ഒരു ഡഞ്ചന്റെ ഉള്ളിലോട്ട് കയറി പോവാണ്. ഇവനിങ്ങനെ അന്വേഷിച്ച് അടിയിലോട്ട് പോയപ്പോ ഇവിടെ ഒരു ഡീമനെ കാണുവാണ്. ഇവന്റെ പേരാണ് നാബെയർ. ഇരുമ വിചാരിക്കണം ഇവനെങ്ങനെ എവിടെ എത്തിയത്. ഈ ഡീമണാണെങ്കിൽ ഒരു കാടിന്റെ ഇടയ്ക്ക് കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ഈ പുല്ലാണെങ്കിൽ ഒരു തുള്ളി വെള്ളം അതിന്റെ മേത്ത് വീണ ഇത് ഒരുപാട് വലുതായി പോകും. എന്നിട്ട് ഇരുമയും നാബെയറും കൂടെ അതിന്റെ ഉള്ളിലോട്ട് കുറെ പോയിക്കൊണ്ടിരുന്നു. അവരങ്ങനെ സീഡ് ഓഫ് ബിഗിനിങ് അന്വേഷിച്ച് പോവായിരുന്നു. അവരങ്ങനെ അന്വേഷിച്ച് സീഡ് ഓഫ് ബിഗിനിങ്ങിന്റെ അടുത്തെത്തിയപ്പോ അവിടെ ഒരു ഗാർഡിയൻ ഉണ്ടായിരുന്നു. ആ ടീം ഇരുമേന്റെ അടുത്ത് നിന്നിട്ട് പറയാണ് നിനക്ക് ഈ സീഡ് വേണമെങ്കിൽ 2 കാര്യത്തിൽ ഒന്ന് ചെയ്യാം. നിനക്ക് ഒന്നെങ്കിൽ നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം,
അല്ലെങ്കിൽ നീ എന്നോട് എനിക്കറിയാത്തൊരു കാര്യം പറഞ്ഞു തരണം, അല്ലെങ്കിൽ ആ കാര്യം ഒരു ഫണ്ണി ആയിട്ടുള്ള കാര്യമായിരിക്കണം. ഇരുമ ചിന്തിക്കണം, എന്തായാലും രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ എടുക്കാം. പക്ഷെ ഞാനെന്താ അവനോട് പറയുക? എന്നിട്ട് ഇരുമ നെതർവേൾഡിലത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണെങ്കിൽ അവനെല്ലാം അറിയുകയും ചെയ്യാം. എന്നിട്ട് നാബിയർ അങ്ങോട്ടേക്ക് വന്നിട്ട് കിയോ 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 എന്ന് എന്തൊക്കെയോ പറയുന്നു. എന്നിട്ട് ആ ജോക്ക് പറയാണ്. എന്നിട്ട് അവൻ പറയുന്നത് ആ ജോക്ക് എനിക്ക് നേരത്തെ അറിയാമെന്ന്. അപ്പൊ ഇരുമയ്ക്ക് മനസ്സിലാവണം അവന് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാം, പക്ഷെ ഹ്യൂമൻ വേൾഡിലെ കാര്യം അറിയില്ലല്ലോ. എന്നാ ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം, ഫസ്റ്റ് ലവ് മെമ്മറിനെ പറ്റി. അതെന്താ അത് എനിക്കറിയില്ലല്ലോ, നീ പറയാന്ന് പറയും. എന്നിട്ട് നാബിയറിന്റെ സഹായത്തോടെ ഇരുമ മാങ്കയിലെ കഥ മൊത്തം പറഞ്ഞു കൊടുക്കുവാണ്. ഇരുമ ആ കഥ മൊത്തം പറഞ്ഞു കൊടുത്തപ്പോ ആ മോൺസ്റ്റർ സന്തോഷത്തോടെ ആ സീഡ് ഓഫ് ബിഗിനിങ് അവന് കൊടുക്കുവാണ്. ഇരുമ പറയാണ് ഇതിന്റെ ബാക്കി ഞാൻ പിന്നെ പറയാന്ന്. അപ്പൊ പറയും നീ എന്നോട് മൊത്തം പറഞ്ഞില്ലേ, എന്നിട്ട് നീ തിരിച്ചു വാ എന്നൊക്കെ പറയാണ്. എന്നിട്ട് ഇരുമ പറയാണ് ഞാൻ നിങ്ങളോട് ഈ കഥേന്റെ ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ആ മോൺസ്റ്റർ പറയാണ് നീ എന്റെ നമ്പർ എടുത്തോ, ഈ മോൺസ്റ്ററിന്റെ അടുത്ത് വരെ ഫോണുണ്ട്. ഇങ്ങനെ നടന്നു പോകുമ്പോ ഇരുമ എന്തൊക്കെയാണ്, ഇനി ഇവനും കൂടെ ഉണ്ടല്ലോ, ഇനി ഇവനും കൂടെ നമ്മുടെ പോയിന്റ് വീതിച്ചു കൊടുക്കേണ്ടി വരുവോ? എന്തായാലും ആട്ടെ, പിന്നെ ഇതിനെപ്പറ്റി പിന്നെ ചിന്തിക്കാന്ന് പറഞ്ഞാൽ അവർ നടന്നു പോവാണ്. എന്തായാലും ഇനി ഇവിടുന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നോക്കാം. ഇരുമ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നോക്കുന്നു. അവർ അവിടുന്ന് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ അവരൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോവാണ്. അവനിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവന് ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവന്റെ പാരന്റ്സിനെ കാണാൻ വേണ്ടി പറ്റി. അപ്പൊ അവര് പറയാണ് ഇരുമ നീ വാ നമുക്ക് നമ്മുടെ ഹ്യൂമൻ വേൾഡിലോട്ട് പോകാന്ന്. അപ്പൊ ഇരുമ ദേഷ്യപ്പെട്ടിട്ട് പറയാണ് നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയേ? ഇരുമ എന്തൊക്കെയാണ് ഇവരെങ്ങനെ എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നേ? എനിക്കാണ് ഇവിടുന്ന് പോകുകയും വേണ്ട. എന്നിട്ട് അവന്റെ പാരന്റ്സ് ഒരു ഡീമനെ പോലെ മാറുവാണ്. എന്നിട്ട് അവന്റെ നേരെ നടന്നു വരുവാണ്. ഇരുമ അവരെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബേക്കിലോട്ട് പോയപ്പോ അവനൊരു കുഴിയിലോട്ട് താഴെ വീഴുവാണ്. അപ്പൊ നമുക്കിപ്പോ കാണാൻ പറ്റും ആ നേരത്തെ കണ്ണട വെച്ച ഒരു ചെക്കനും പിന്നെ അവന്റെ കൂട്ടുകാരനും കൂടിയാണ് ഇത് ചെയ്തത് തന്നെ. നാബിയർ അവനെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയ, പക്ഷെ അവനെ കൊണ്ട് പറ്റിയില്ല. എന്നിട്ട് ഇരുമ താഴെ വീണിട്ട് അവന്റെ കാല് മുറിയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങോട്ടേക്ക് അസ്മോഡിസും ക്ലാരയും വരുവാണ്. അവര് പറയാണ് നീ ഹ്യൂമനാന്ന് നമ്മളോട് പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു. പിന്നെ അമേരി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇത് തന്നെയാണ് പറയുന്നത്. പിന്നെ കാലക്കോ അങ്ങനെ തന്നെ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് ഇത് അവൻ ഹ്യൂമനാന്നുള്ള കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ട് പോവാണ്. അവന്റെ മുത്തച്ഛനും അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണം ഇരുമ നീ ചെയ്ത് തെറ്റാണ്. എന്നിട്ട് അവനെ തിന്നാൻ വേണ്ടി തുടങ്ങുവാണ്. ഇരുമ വല്ലാണ്ട് കാര്യമാണ്. എന്നിട്ട് അവൻ വിചാരിക്കാണ് എന്റെ പേടി സ്വപ്നം ഇപ്പൊ നടക്കുവാണല്ലോ, എന്നെ ഉപേക്ഷിച്ച് എല്ലാവരും ഇപ്പൊ പോവുകയാണല്ലോ. അന്നേരം അവന്റെ മുമ്പിൽ ബാച്ചിക്കോ വന്നിട്ട് പറയാണ് നീ എന്താണ് കരയുന്നേ? നീ നിന്റെ എബിലിറ്റി ഉപയോഗിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്ക്. ഇരുമേന്റെ ഉള്ളിൽ ഒരു എനർജി വന്ന് അവൻ അന്നേരം എഴുന്നേറ്റ് എന്ന് അവൻ ഒരു ഫെദർ എടുത്ത് അതിൽ നിന്ന് ഒരു ബോ ഉണ്ടാക്കി. ഇനി നമ്മുടെ ഇരുമേന്റെ ട്രെയിനിങ്ങിന്റെ സമയം കാണിക്കണം. അപ്പൊ അവന് ബോയെ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ അത് വെച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ അറ്റാക്ക് ചെയ്യുമ്പോൾ അതൊന്നും കൊള്ളൂലായിരുന്നു. അവസാനം ഒന്നും കൊണ്ടു. അപ്പൊ ബാച്ചിക്ക് പറയാൻ നീ ഇനി കുറെ പ്രാവശ്യം ചെയ്ത് നോക്കണമെന്ന്. നീ നിന്റെ പേടിയുള്ള സമയത്ത് നിന്റെ മനസ്സിനെ നീ നിയന്ത്രിക്കണം, കോൺസെൻട്രേറ്റ് ചെയ്യണം. അന്നേരം മാത്രമേ നിനക്കൊരു പവർഫുൾ ആരോ ഇടാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ചെയ്ത് അവന്റെ ആർച്ചറി കുറച്ചുകൂടെ മെച്ചപ്പെട്ടു വന്നു. ഇപ്പൊ ആ ഫ്ലാഷ് ബാക്കിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇരുമ അവന്റെ ആരോ എടുത്തിട്ട് ആ മോൺസ്റ്റർ നേരെ അറ്റാക്ക് ചെയ്യുവാണ്. ഇപ്പൊ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത് ചെറിയൊരു മോൺസ്റ്റർ ആയിരുന്നു. ആ മോൺസ്റ്റർ ഒരു വലിയ രൂപത്തിലോട്ട് വന്നതാണെന്ന്. ഇരുമ പറയാം ഇതെന്തായാലും ഇല്യൂഷൻ ആയത് നന്നായി, ഞാൻ വിചാരിച്ചു അവരെല്ലാവരും ഒറ്റക്കാക്കി പോകുന്നു. പിന്നെ നമ്മൾ അടുത്ത സീനിൽ കാണുന്നത് ഡോറോ ബ്രദേഴ്സ് അസ്മോഡിയസും സാബനവും കൂടി കുറെ മോൺസ്റ്ററിനെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുവാണ്. ഗാപ്പിന്റെ ഇവിടെ കുറെ കുട്ടികളുണ്ട്. അവരൊക്കെ ചേർന്നിട്ട് ഈ മോൺസ്റ്ററുകളെ പിടിച്ചോണ്ടിരിക്കുകയാണ്. അവരും ഒരുപാട് പോയിന്റ് അങ്ങനെ കളക്ട് ചെയ്യുന്നു. പിന്നെ ക്രൊസൈലിന്റെ ഗ്രൂപ്പിൽ ഓരോ ബീസ്റ്റുകളെല്ലാം ചേർന്നിട്ട് ഓരോരോ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ ഇവർക്ക് വേണ്ടി കൊണ്ടുവരുവാണ്. ക്ലാരെ എലിസബത്ത് അവർ ചാം ഉപയോഗിച്ചിട്ട് ഓരോരുത്തരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ അവരുടെ പോയിന്റ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത് നമ്മൾ ടോപ്പ് 10 സ്റ്റുഡൻസിന്റെ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അസ്മോഡിയസിന്റെ അടുത്ത് 21,800 പോയിന്റും സാബിനോന്റെ അടുത്ത് 12,600 പോയിന്റും ഡോറോ ബ്രദേഴ്സിന്റെ അടുത്ത് 16,500 പോയിന്റ് രണ്ടുപേർക്കും, ക്രോസൈലിന്റെ അടുത്ത് 19,200 പോയിന്റ്, കാമുവിന്റെ അടുത്ത് 12,400 പോയിന്റും, എലിസബത്തിന്റെ അടുത്ത് 13,200 പോയിന്റ്, ക്ലാരന്റെ അടുത്ത് 9,800 പോയിന്റുമാണ് ഉള്ളത്. നമ്മുടെ സ്ലീപ്പി ബോയ് ആയ അഗാരസിന്റെ കയ്യിലുള്ളത് 9,500 പോയിന്റും, കാപ്പിന്റെ അടുത്ത് 9,500 പോയിന്റ് ആണ് ഉള്ളത്. ഇതെല്ലാം കാലൊക്കെ സെൻസ് ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ടീമും കൂടി ഉണ്ട്, അവരുടെ അടുത്താണ് പ്രോപ്പർ 0 പോയിന്റ്സ്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എന്തെങ്കിലും ചെയ്യേ, പോയിന്റ് കളക്ട് ചെയ്യേ. നിങ്ങൾ സീരിയസ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ. ഇത് ഇരുമേനെ പറ്റിയാണ് പറയുന്നത്. ഇത് കേട്ടപ്പോ അസ്മോഡിയസിനും ക്ലാരയ്ക്കും എന്തോ പറയാവുന്നു. കാലൊക്കെ ഇതും കൂടെ പറയുന്നുണ്ട് ആ ഗ്രൂപ്പിന് ഇപ്പൊ കാണാനുമില്ല. ഈ കാര്യം അമേരിയും കൂടെ കേൾക്കുന്നുണ്ട്. ഇനി നമ്മളെ കാണിക്കാണ് ഇരുമ താഴോട്ടേക്ക് വീണപ്പോ അലീസാനാണ് അവനെ രക്ഷിച്ചത്. എന്നിട്ട് ഇരുമ മെല്ലെ മേലോട്ട് കയറാൻ വേണ്ടി നോക്കുവാണ്. അപ്പൊ അങ്ങോട്ടേക്ക് നാബേര് പറയുന്നത് നീ നിന്റെ ചിറകെന്തോ ഉപയോഗിക്കാത്തേന്ന്. ഇരുമ പറയുന്നത് എനിക്ക് എന്റെ ചിറക് ഉപയോഗിക്കാൻ അറിയില്ല, എനിക്ക് അങ്ങനെ ഉപയോഗിക്കേണ്ടതൊന്നും അറിയില്ല. എന്നിട്ട് നാബേര് ഇരുമേനെ പൊക്കിക്കൊണ്ട് മേലോട്ട് പറക്കാൻ വേണ്ടി നോക്കി, പക്ഷെ അവനെ കൊണ്ട് അതൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പൊ നാബേർ പറയാണ് എന്റെ അടുത്ത് ഈ ചെടിയുണ്ട്, ഈ ചെടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഇത് വല്ലാണ്ട് ഉയരത്തിലോട്ട് പോകും. ഇരുമ പറയുന്നു ഇതൊരു നല്ല കാര്യമാണല്ലോ. എന്നിട്ട് അതിന്റെ മേലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവര് മേലോട്ട് കയറാൻ വേണ്ടി നോക്കുവാണ്. അന്നേരമാണ് ഇരുമയ്ക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. ഹ്യൂമൻ ബ്ലഡ് ഇവിടുത്തെ ഹ്യൂമൻ വേൾഡിൽ ഭയങ്കര ഉപകാരപ്പെടുന്നതാണെന്ന്. അവന്റെ ഒരു ചോര അതിന്റെ മേലെ ആക്കി ഉടനെ ആ പ്ലാന്റ് വല്ലാണ്ട് അങ്ങ് വലുതായി പോയി. അതെല്ലാവരും കണ്ടു. അത് കണ്ടപ്പോ അവരെല്ലാരും വിചാരിച്ചു ഈ കാര്യം എന്തായാലും ഇരുമയായിരിക്കും ചെയ്തിട്ടുണ്ടാവുകയെന്ന്. അപ്പൊ ആ ബേർഡ് ഇരുമേനെ കാണുന്നു. അപ്പൊ കാലക്കസൻസ് പറയാണ് ഇരുമ നീ എന്താണ് ചെയ്യുന്നത്? നിന്റെ അടുത്ത് 0 പോയിന്റ് അല്ല ഇപ്പോൾ ഉള്ളേന്ന്. നീ വേഗം ചെന്ന് പോയിന്റ് കൂട്ട്.
ഇരുമ പറയാണ് എന്റെ അടുത്ത് സീഡ് ഓഫ് ബിഗിനിങ് ഉണ്ട്. അത് കേട്ട് എല്ലാവരും ഷോക്കായി പോവാണ്. അടുത്ത സീനിൽ കാണിക്കാണ് ഷാക്സിന്റെ അടുത്ത് വേ ഓഫ് എൻഡിങ് ഉണ്ടെന്ന്. ഷാക്സ് അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്ന സ്ഥലത്തോട്ട് പോകുമായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ആ ബേർഡ് വന്നിട്ട് പറയാണ് ഷാക്സ് നിന്റെ അടുത്തുള്ള ആ വേ ഓഫ് എൻഡിങ്ങിന് 20,000 പോയിന്റ് ആണുള്ളത്, അതുകൊണ്ട് നീ വേഗം വന്ന് എക്സ്ചേഞ്ച് ചെയ്തോന്ന്, അല്ലെങ്കിൽ എല്ലാ ടീമിനും നിന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമെന്ന് പറയുന്നു. അത് അവിടെയുള്ള എല്ലാ കുട്ടികളും കേട്ടു. അത് കേട്ടപ്പോൾ അവനെ വല്ലാണ്ട് ടെൻഷൻ ആയിപ്പോയി. ഷാക്സ് എല്ലാവരും ഇന്ന് രക്ഷപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എലിസബത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് അവന്റെ അടുത്തുനിന്ന് വേസ് ഓഫ് എൻഡിങ് എടുത്തിട്ട് പോവാണ്. ഇരുമയും നാബേരും അങ്ങോട്ട് വന്നിട്ട് പറയാണ് ഷാക്സ് ഞങ്ങൾക്ക് സീഡ് ഓഫ് ബിഗിനിങ് കിട്ടി. ഷാക്സ് കരഞ്ഞോണ്ട് പറയാണ് എന്റെ അടുത്ത് വേ ഓഫ് എൻഡിങ് കിട്ടിയായിരുന്നു, എന്നിട്ട് അത് എലിസബത്ത് എടുത്തോണ്ട് പോയി. ഇപ്രാവശ്യം അവൾ എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ നല്ലവനല്ല, എന്നെ കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് എന്നെ അപമാനിക്കുമായിരുന്നു. അത് കേട്ടിട്ട് എന്റെ മനസ്സങ്ങ് തകർന്നു പോയി. എന്നിട്ട് ഞാൻ ബോധം കെട്ട് വീണു. അപ്പൊ അവൾ എന്റെ അടുത്ത് നിന്ന് അതെടുത്തിട്ട് പോവാണ് ചെയ്തത്. അപ്പൊ ഇരുമയ്ക്ക് മനസ്സിലായത് എലിസബത്ത് അല്ലായിരുന്നു, അത് വേറെ ആരോ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാവുകയാണ് കണ്ണാടി വെച്ചിരുന്ന ചെക്കനെ അതെടുത്തിട്ട് പോയെന്ന്. ഇരുമ പറയും നമുക്ക് എന്തായാലും തിരിച്ചു വേണം, അതെന്തായാലും തിരിച്ചെടുക്കാൻ വേണ്ടി പോകണം. പക്ഷെ ആദ്യം നമുക്ക് കൺഫേം ചെയ്യണം അത് എലിസബത്ത് ആയിരുന്നോ അല്ലയോ എന്ന്. ഷാക്സ് എന്നിട്ട് പറഞ്ഞു ഞാൻ എന്റെ എബിലിറ്റി എല്ലാം ഉപയോഗിച്ചിട്ട് അതാരാ എടുത്തതെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നു. അവന്റെ എബിലിറ്റി ഉപയോഗിച്ചിരുന്നപ്പോൾ എലിസബത്തും ക്ലാരയും കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവരുടെ കൂടെ ഏതൊരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അവന്റെ മുഴുവൻ ശക്തി എടുത്ത് അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കുന്നു. അങ്ങനെ അവന്റെ മുഴുവൻ ശക്തി എടുത്തപ്പോൾ അവർക്ക് ചെറിയ സംശയമുണ്ട് അവരെ ആരോ കേൾക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഇതുകൊണ്ട് അവന്റെ കോൺസെൻട്രേഷൻ തെറ്റിപ്പോയി. എന്നിട്ട് അവന് ഇപ്പൊ അവര് പറയുന്നത് കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ല. ശരിക്കും എലിസബത്ത് ക്രോസൈലിനോട് അവരുടെ പാർട്ട്ണർഷിപ്പിനെ പറ്റി സംസാരിക്കുമായിരുന്നു. അവരാരെ പറ്റിക്കണ്ട് എങ്ങനെ കോയിൻ കളക്ട് ചെയ്യാന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു. എന്നിട്ട് ക്രോസൈലെ സ്ലീപ്പി പോയിന്റ് ക്യാസിൽ അറ്റാക്ക് ചെയ്തിട്ട് അവരുടെ പോയിന്റ് മോഷ്ടിക്കാന്നൊക്കെ വിചാരിക്കുവാണ്. അവൾ അവളുടെ ആർമീനെ കൊണ്ട് സ്ലീപ്പി പോയിന്റ് ക്യാസിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ സ്ലീപ്പി ബോയ് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോ, ഞാൻ ഇത് നോക്കിക്കോളാം. അപ്പൊ അവർ പറയും ഞങ്ങളുടെ വീട് പോലെയാണ്, ഞങ്ങളും സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നു. അവർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരുപാട് മോൺസ്റ്റർ അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നു. കാമോയി അവന്റെ പവർ ഉപയോഗിച്ചിട്ട് വലിയ വലിയ മോൺസ്റ്റർമാരെയൊക്കെ സമയം ചെയ്ത് വിളിക്കുമായിരുന്നു. അപ്പൊ അവരുടെ ബേക്കില് ഇരുമയും ഷാക്സും നാബേരും വന്നിരിക്കുവാണ്. എലിസബത്ത് ആണ് അത് മോഷ്ടിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ടേക്ക് വന്നത്. ഇനി നമ്മൾ ഓറോബെറസ് വേ ഓഫ് എൻഡിങ് സബ്മിറ്റ് ചെയ്തിട്ട് കാണിക്കുന്നു. എന്നിട്ട് അവൻ 20,000 പോയിന്റ് കിട്ടിയിരിക്കും. ഇനി നമ്മൾ അടുത്ത സീനിൽ കാസിലാണ് കാണിക്കുന്നത്. കാസിലെ കുറെ മോൺസ്റ്ററിനെ വെച്ചിട്ട് കാമോയി അറ്റാക്ക് ചെയ്യിപ്പിക്കുകയാണ്. കൂടാതെ കാപ്പ അവരെ ഡിഫെൻഡ് ചെയ്യുന്നുമുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ കാസിൽ ഉണ്ടാക്കാൻ വേണ്ടി കുറെ മാജിക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാസിലിന്റെ ഡിഫൻസ് ഭയങ്കര ഹൈ ആണ്. നമുക്കറിയാലോ ആരാണ് ഇത് ഉണ്ടാക്കിയെന്ന്. സ്ലീപ്പി ബോയിന്റെ മൈ ഏരിയ എബിലിറ്റി കൊണ്ട് അവനെ ഈ സ്ഥലം മൊത്തം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അങ്ങോട്ട് എലിസബത്ത് വന്നിരിക്കുകയാണ്. അവളുടെ പവർ ഉപയോഗിച്ചിട്ട് എല്ലാ ആൺകുട്ടികളെയും കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അവളുടെ സിബ് പറഞ്ഞപ്പോൾ അവളുടെ ബ്ലഡ് ലൈൻ മാജിക് ഉപയോഗിച്ചു. അതിന്റെ തുറന്നപ്പോൾ ഒരു സ്മെല്ല് പുറത്തോട്ട് വന്നു. അത് ആൺകുട്ടികളെ കൺട്രോൾ ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഷാക്സ് ഇരുമേ ഞാവേര് അങ്ങോട്ടേക്ക് വന്നു. ഷാക്സ് അവളോട് ചോദിക്കുകയാണ് എലിസബത്ത് നിനക്ക് എന്നെ ഇഷ്ടമാണോ? അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അന്നേരം ഷാക്സ് ആ കാര്യങ്ങളെല്ലാം എലിസബത്തിനോട് പറഞ്ഞു കൊടുക്കുവാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി അതൊരു ഇല്യൂഷൻ ആയിരുന്നു. നാബേർ അന്നേരം പറയാണ് ഇതെല്ലാം ചെയ്തതിന് ഓറോബെറസ് ആണെന്ന്. പക്ഷെ അവൻ പറയുന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അവർക്കത് പറഞ്ഞ് മനസ്സിലാകാത്തതുകൊണ്ട് കാമോയിനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. കാമോയി അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആരാ അതൊന്ന് മനസ്സിലാവുന്നു. അതാണ് ഓറോബെറസ്. അവനാണ് വേസ് ഓഫ് എൻഡിങ് അടിച്ചു മാറ്റിയത്. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലായി, ഇവൻ മിസ്ഫിറ്റ് ക്ലാസ്സിലെ കുട്ടികളെ മാത്രമാണ് അറ്റാക്ക് ചെയ്യുന്നത്. എന്നിട്ട് കാമോയി പറഞ്ഞ് ക്രോസൈലിനോട് ഈ സത്യങ്ങൾ പറയാൻ വേണ്ടി പോയി. ഇനി ഓറോബെറസിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അവൻ എപ്പോഴും സെക്കൻഡാണ് വരുന്നത്. അവന് സെക്കൻഡ് വരാൻ ഇഷ്ടമല്ല. എപ്പോഴും മിസ്ഫിറ്റിലെ ക്ലാസ്സിലെ കുട്ടികളാണ് ഫസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെ കാണിക്കുന്ന ഓറോബെറസിന് ഇവന് ഈ ശക്തികളൊന്നും ഉപയോഗിക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ ഇവന്റെ ബേക്കിലുള്ള ഈ ചെക്കനാണ് ഇവനെ കൊണ്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഇവനെ ഇങ്ങനെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്ത് ഇവൻ ഓരോരുത്തരെയും കൊണ്ട് ഈ മാജിക് ഉപയോഗിക്കുകയാണ്. പിന്നെ അവൻ ക്ലാരേനെ കാണുന്നു. അപ്പൊ ഇരുമയ്ക്ക് ഷാക്സിന് മനസ്സിലായി ക്ലാര അപകടത്തിലാണ്. എന്നിട്ട് അവർ ക്ലാരേനെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. അവർ ചെല്ലുമ്പോഴേക്ക് അത് ലേറ്റ് ആയി പോയിരുന്നു. ഓറോബെറസ് അവളുടെ നേരെ അറ്റാക്ക് ചെയ്തിരുന്നു. എന്നിട്ട് അവളുടെ മുമ്പിൽ ഇരുമ വന്നിരിക്കുകയാണ്. ഇരുമ അങ്ങോട്ട് വന്നിട്ട് പറയാണ് ക്ലാര എനിക്ക് എന്തെങ്കിലും കുടിക്കാനതാ, എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ല, നീ വെറും യൂസ്ലെസ് ആണ്, എനിക്ക് നിന്റെ കൂടെ കളിക്കാനൊന്നും ഇഷ്ടമല്ല. അത് കേട്ടിട്ട് ക്ലാരയ്ക്ക് ഭയങ്കര വിഷമമായി. ആ സമയമാണ് ഇരുമ അങ്ങോട്ടേക്ക് വന്നിട്ട് അവന്റെ ആരോ ഉപയോഗിച്ച് ആ മോൺസ്റ്ററിനെ കൊല്ലുന്നത്. ഇനി ഇവരെങ്ങോട്ട് എങ്ങനെ എത്തിയെന്ന് പറയുകയാണ്. ഷാക്സ് അവന്റെ എബിലിറ്റി ഉപയോഗിച്ചിട്ട് ക്ലാര എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അപ്പൊ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാൻ നോക്കി. അപ്പത്തേക്ക് ക്രോസൈൽ അങ്ങോട്ടേക്ക് അവളുടെ ബീസിനെയും കൊണ്ടുവന്നു. ക്രോസൈൽ അവളുടെ 2 ബീസിനെ ഇരുമയ്ക്കും ഷാക്സിനും കൊടുക്കുവാണ്. എന്നിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി പോയി. എന്നിട്ട് ഇരുമ മൗണ്ടന്റെ മേലെ എത്തിയിട്ട് അവന്റെ ഫെദർ ഉപയോഗിച്ചു. അതുകൊണ്ട് ആരോ ഉണ്ടാക്കി ഈ മോൺസ്റ്ററിനെ കൊല്ലുകയാണ് ചെയ്തത്. ക്ലാരയെ രക്ഷിക്കുകയാണ്. അപ്പൊ ക്ലാര അവന്റെ മേത്ത് കയറിയിരുന്ന് കരയുകയാണ്. ആ സമയം ഓറോബെറസ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. അവന് ദേഷ്യം വന്നിട്ട് ഇരുമേന്റെ ക്ലാരന്റെ നേരെ അറ്റാക്ക് ചെയ്യാൻ വന്നു. ആ സമയത്താണ് അസ്മോഡിയസ് അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ അങ്ങോട്ടേക്ക് വന്ന് ഒരു അറ്റാക്ക് ചെയ്യുന്നു. അവന്റെ ഒരു പഞ്ചിൽ തന്നെ അവൻ തെറിച്ചു വീഴുവാണ്. എന്നിട്ട് അവൻ ദേഷ്യപ്പെട്ട് പറയാണ്
നീ എന്ത് ധൈര്യം ഉണ്ടായിട്ട് എന്റെ കൂട്ടുകാരെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നത്? ഈ സീനിൽ അസ്മോഡിസിന് ഭയങ്കര അപകടകാരിയായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓറോബറസ് ഇപ്പൊ ചിരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അനൗൺസ്മെന്റ് വേർഡ് വന്നിട്ട് അസ്മോഡിസിനെ അവിടെ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ്. കാരണം അവൻ ഒരു സ്റ്റുഡന്റിനെ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് ഓറോബറസ് ചിരിച്ചോണ്ട് പറയുകയാണ്, എന്തായാലും നന്നായി, ഞാനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരുത്തിനെ പുറത്താക്കിയല്ലോ. അസ്മോഡിസിന് കൂടുതൽ ദേഷ്യം വന്ന് അവൻ ഓരോ പഞ്ചുകൾ ചെയ്യുന്നു. നീ എന്നെ പുറത്താക്കിയാൽ എനിക്കൊരു വിഷയമില്ല, ഞാൻ നേരത്തെ റാങ്ക് 4 തന്നെയാണുള്ളത്. ഇനി നീ എന്റെ കൂട്ടുകാരെ തൊടുകയോ എന്റെ ക്ലാസ്സിലുള്ള ആരെങ്കിലും തൊടാൻ നോക്കിയാ ഞാൻ നിന്നെ തീർത്ത് കളയും എന്നും പറഞ്ഞാൽ പോകാൻ നിൽക്കുമ്പോൾ ഇരുമേനെയും ക്ലാരേനെയും കണ്ട് കുറച്ചു നേരം സംസാരിക്കുവാണ്. ടാക്സ് ഇരുമേൻ ചോദിക്കുകയാണ്, ഓറോബറസ് ഞങ്ങളുടെ സാധനം ഇങ്ങോട്ടേക്ക് തിരിച്ചു തരാൻ വേണ്ടി പറയുന്നു. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ഇത് നേരത്തെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നും പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ അവന്റെ കൂടെയുള്ളവൻ പറയും, സാർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി സബ്മിറ്റ് ചെയ്യും, എന്നിട്ട് പോയിന്റ് കിട്ടും. ഇനി നമ്മളെ കാണിക്കുകയാണ്, അവൻ സബ്മിറ്റ് ചെയ്ത വേസ് ശരിക്കുള്ള സ്ഥലത്തല്ല സബ്മിറ്റ് ചെയ്ത്, അത് അലോസിയർ വേഷം മാറി പറ്റിച്ചതാണ്. അവനൊരു സ്റ്റാഫ് മെമ്പറിന്റെ വേഷത്തിൽ വന്ന് അവനെ പറ്റിച്ച് അവന്റെ അടുത്ത് നിന്ന് ഇത് മോഷ്ടിച്ചതാണ്. ഇപ്പൊ ആ വേസ് അലോസിയറിന്റെ അടുത്താണ് ഉള്ളത്. ഇനി നമ്മളോട് പറയുകയാണ് അലോസിയർ ഈ പ്ലാൻ എങ്ങനെയാണ് ചെയ്തതെന്ന്. ഇനി നമുക്ക് ഇതെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു തരുവാണ്. ജാസ് നേരത്തെ തോറ്റു കഴിഞ്ഞപ്പോ അവര് ടെന്റിലോട്ട് പോയി. അന്നേരം അവർ രണ്ടുപേരും ഓറോബറസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണ്ടി അന്വേഷിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി അവനെ പറ്റിക്കാൻ വേണ്ടി നോക്കി. എന്നിട്ട് അവർ പ്ലാൻ ചെയ്ത പോലെ ഓറോബറസ് വേഷം മാറി അവനെ പറ്റിച്ച് അവന്റെ അടുത്ത് നിന്ന് വേസ് മോഷ്ടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അലോസിയർ വേസ് ഓഫ് എൻഡിങ് ഇറമയ്ക്ക് കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞ് പോയി. ഈ പ്ലാനിങ് എല്ലാം കണ്ടിട്ട് അമേരി വരെ ഇംപ്രസ് ആയി. ഇനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ കഴിയാനായി പോവുകയാണെന്ന്. ഇനി നമ്മളെല്ലാവരുടെയും പോയിന്റ് കാണിക്കുകയാണ്. ലീഡിങ്ങിനുള്ള സ്ഥാപനം 45,500 പോയിന്റ്, പിന്നെ ബ്രദേഴ്സിന്റെ അടുത്ത് 37,100 പോയിന്റ് രണ്ടുപേർക്കും, പിന്നെ ക്രോസൈലിന്റെ അടുത്ത് 36,800 പോയിന്റും, പിന്നെ കാമുവിന്റെ അടുത്ത് 20,700 പോയിന്റും, എലിസബത്തിന്റെ അടുത്ത് 22,500 പോയിന്റും ഉണ്ട്. DP പോയിന്റും കാപ്പിന്റെ അടുത്ത് 32,300 പോയിന്റ്. അവന്റെ ബാക്കിയുള്ള മെമ്പേഴ്സിന്റെ അടുത്ത് 0 പോയിന്റ് ആണ്. കാരണം അവരുടെ സാധനങ്ങളല്ല ഇവര് സ്ലീപ്പി ബോയ്ക്കും കാപ്പിനും കൊടുത്തിരിക്കുന്നു. അലോസിയറിന്റെ അടുത്താണെങ്കിൽ 12,800 പോയിന്റും. ഇനി അടുത്ത സീനിൽ ഷാക്സും ഇരുമയും കൂടെ ചേർന്നിട്ട് ലെജൻഡ് ലീഫിനെ വിരിയിക്കാൻ വേണ്ടി നോക്കുവാണ്. അവര് രണ്ടുപേരും ആ രണ്ട് സാധനം ഒരുമിച്ച് വെച്ചിട്ട് അതിനെ മുളപ്പിക്കാൻ വേണ്ടി നോക്കുന്നു. ആദ്യം പിന്നെ അവരെ ടീച്ചർ പഠിപ്പിച്ച ക്വാൻ സ്പെല്ല് വെച്ചിട്ട് നോക്കി. ആ സ്പെല്ല് ഉപയോഗിച്ചിട്ട് ഒന്നും നടക്കുന്നില്ലായിരുന്നു. അവര് ചിന്തിക്കുവാണ് വേറെ എന്തെങ്കിലും ചെയ്ത് നോക്കണോ ഇതിൽ മുളപ്പിക്കാൻ വേണ്ടിന്ന്. അങ്ങോട്ടേക്ക് നാവേര് കുറച്ച് വെള്ളമായിട്ട് വരുന്നു. എന്നിട്ട് നാവേര് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവരോട് ആ സ്പെല്ല് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞു. ഇരുമയും ഷാക്സ് സ്പെല്ല് ഉപയോഗിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെയായി. അന്നേരം ഇരുമയ്ക്ക് തോന്നി നമ്മുടെ അടുത്ത് മാന കുറവായതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. അന്നേരം അലീസൻ പറയാണ്, എന്റെ അടുത്ത് ഒട്ടും മാനയില്ല, എന്റെ മാന മൊത്തം ക്ലാര മൊത്തം വലിച്ചെടുക്കുകയാണ് ചെയ്തത്. അന്നേരം ഇരുമ വിചാരിച്ചു ക്ലാരേന്റെ അടുത്ത് ഒരുപാട് മാന ഉണ്ടാവും. എന്നിട്ട് ഇരുമ, ക്ലാര, നാബേൽ, ഷാക്സ് ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് ആ പൂവിനെ വിരിയിക്കാൻ വേണ്ടി നോക്കി. അവര് 4 പേര് അവരുടെ മാന ഉപയോഗിച്ചിട്ട് വിരിയിക്കാൻ നോക്കിയപ്പോ ആ ലെജൻഡ് ലീഫ് വിരിഞ്ഞു. ഇരുമ ആ പൂ വിരിയിച്ചു പറഞ്ഞാൽ അവന് തോന്നുവാണ് പഴയ ഡീമൺ കിങ് ഡെൽറ്റിര അവന്റെ പുറകെ വന്നിരിക്കുന്നതായിട്ട്. എന്നിട്ട് അവനെ പിടിക്കുന്നതായിട്ട് ഇരുമയ്ക്ക് തോന്നി. അത് കണ്ടിട്ട് അവർക്ക് വിശ്വാസം വരുന്നില്ല ലെജൻഡ് ലീഫ് വിരിഞ്ഞിരിക്കുന്നുവെന്ന്. അപ്പത്തേക്ക് സമയം തീരാറായി. അന്നേരം എല്ലാ കുട്ടികളും അവരുടെ ഫൈനൽ റിസൾട്ട് നേടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. ആ സമയം എൻട്രി ഉണ്ടാവുകയാണ് മുഴുവൻ മിസ്ഫിറ്റ് ക്ലാസും. ഇപ്പൊ എല്ലാ കുട്ടികളും ഞെട്ടിപ്പോയിരുന്നു. അവസാനം വരെയാണ് ഇരുമ, ക്ലാര, നാബേൽ, ഷാക്സ് അവര് ലെജൻഡ് ലീഫും കൊണ്ടാണ് വന്നത്. അത് കണ്ടുവരുന്ന ബലൻസൻസ് സിസ്റ്റൻസി അങ്ങോട്ടേക്ക് ഓടി വന്ന് ലെജൻഡ് ലീഫിന്റെ കയ്യിലെടുക്കുവാണ്. അന്നേരം അവർ പറയാണ് ഇതാണ് പെർഫെക്റ്റ് ലെജൻഡ് ലീഫ്, അതുകൊണ്ട് നിങ്ങളുടെ ടീമിനെ കിട്ടുവാണ് 1 lakh പോയിന്റ്. അപ്പൊ അവരോട് ചോദിക്കാണ് നിങ്ങളെങ്ങനെ ഈ പോയിന്റ് വീതിക്കുന്നതെന്ന്. അന്നേരം നാബേരും ക്ലാരയും പറയാണ് ഞങ്ങൾക്ക് ഈ പോയിന്റ് വേണ്ട, നിങ്ങൾ രണ്ടുപേരും ഇത് വീതിച്ചെടുത്തോ എന്ന്. അന്നേരം ഇരുമയ്ക്ക് 50,000 പോയിന്റും ഷാക്സിന് 50,000 പോയിന്റും കിട്ടി. അപ്പൊ എല്ലാരും വിചാരിച്ചു ഇവര് എന്തായാലും ഇത് ജയിച്ചു എന്ന്. ഇനി ഇവരായിരിക്കും യങ് കിങ്സ്, കാരണം ഇവർ ലെജൻഡ് ലീഫിനെ കണ്ടെത്തി 1 ലക്ഷം പോയിന്റ് നേടിയില്ലേ. അന്നേരം ആരാണ് വിന്നർ എന്ന് അനൗൺസ്മെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ ഓറോബറസ് ആണ് ഫസ്റ്റിലെത്തിയത്. ഓറോബറസിന്റെ അടുത്താണെങ്കിൽ 58,000 പോയിന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇരുമയും ഷാക്സും സെക്കൻഡ് പൊസിഷനിലാണുള്ളത്. അന്നേരം എല്ലാവർക്കും സങ്കടമായി. അപ്പൊ അങ്ങോട്ടേക്ക് ജാസ് വന്നിട്ട് പറയാണ് എനിക്ക് ഇതിൽ എതിർപ്പുണ്ട്. നിങ്ങൾ ആദ്യം പറഞ്ഞായിരുന്നു ലെജൻഡ് ലീഫിന് 1 ലക്ഷം പോയിന്റും വേസ് ഓഫ് എൻഡിങ്ങിന് 20,000 പോയിന്റ് ആണെന്ന്. അപ്പൊ മൊത്തത്തിൽ 1,20,000 പോയിന്റ് അല്ലേ വരേണ്ടത്. അപ്പൊ അവർക്ക് അങ്ങനെ 1 ലക്ഷം പോയിന്റ് മാത്രം കിട്ടുക. അപ്പൊ ടീച്ചേഴ്സ് പറയുന്നു അത് സോറി ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കായി 60,000 പോയിന്റ് കിട്ടി. അതോടെ ഇരുമയും ഷാക്സും രണ്ടുപേരും ഫസ്റ്റ് വന്നിരിക്കുന്നു. ഈ സീൻ കണ്ടിട്ട് എല്ലാ കുട്ടികളും സന്തോഷിക്കുകയാണ്. അതിനുശേഷം ഓറോബറസ് അങ്ങോട്ടേക്ക് വന്ന് ഇരുമേനോട് ഷാക്സിനോട് മാപ്പ് പറയാണ് ഞാൻ ചെയ്ത് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് അമേരി കടന്നു വരുന്നു. അവൾ അങ്ങോട്ട് വന്നപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ നാബേരിലെ അവൻ സ്റ്റുഡന്റ് കൗൺസിലിംഗിന്റെ ഒരു മെമ്പറാണ്. ശരിക്കും നാബേർ ഇതിലെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഇരുമൻ നാബേറിനെ രക്ഷിച്ചില്ല, ഇത് ഇതിന്റെ ഒരു ഭാഗമായിരുന്നു. ഇരുമൻ നാബേറിനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അവൻ ആ ചെടിക്ക് വെള്ളം ഒഴിക്കൂലായിരുന്നു. ആ വെള്ളം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ലെജൻഡ് ലീഫിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം ലെജൻഡ് ലീഫ് അവരോട് സംസാരിക്കുവാണ് നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്തത്, അന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഷോ കാണിച്ചു തരാം. എന്നിട്ട് ആ ലെജൻഡ് ലീഫ് മേലോട്ടേക്ക് വലുതായി പറന്നു പോയി.
എന്നിട്ട് വലിയതായിട്ട് പൊട്ടുകയാണ് ചെയ്യുന്നത്. ആ ലെജൻഡ് ലീഫ് പൊട്ടിത്തെറിച്ചപ്പോ അവിടെ മൊത്തം ചെറിയ ബ്ലോസത്തിന്റെ ട്രീ മൊത്തം ഉണ്ടായി. ഗ്രാൻഡ് പോ ഓടി ഓടി വന്നിട്ട് ഇരുമേനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ പറയാണ്, നിങ്ങൾ റെഡി ആയിക്കോ നിങ്ങളുടെ സെറിമണിക്ക് വേണ്ടിയിട്ട്. അവർ രണ്ടുപേരും ഡ്രസ്സ് അങ്ങ് മാറ്റുവാണ്. എന്നിട്ട് അവർ രണ്ടുപേരും യങ് കിങ് ആയിട്ട് സ്റ്റേജിലോട്ട് വരുവാണ് ചെയ്യുന്നത്. ഗ്രാൻഡ് പോ അവരുടെ റാങ്ക് അപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഇരുമ, ഷാക്സ്, അസ്മോഡിയസ് ഇവരുടെ റാങ്ക് ലെവൽ 4 എത്തിയിരിക്കുകയാണ്. അത് കണ്ടിട്ട് അമേരിക്ക ഭയങ്കര സന്തോഷം വരുവാണ്. എന്നിട്ട് അവളുടെ അടുത്ത് നിന്ന് സ്റ്റുഡന്റ് കൗൺസിലിന്റെ മെമ്പർ അവളെ കളിയാക്കുവാണ്. കാലേക്കോ സ്റ്റേജ് വന്നിട്ട് പറയാണ്, ഓറോബ്രോസ് നീ റാങ്ക് 2 റാങ്ക് 3 എത്തിയിരിക്കുന്നു. പക്ഷെ എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്നിട്ട് സാബിനോന്റെ റാങ്ക് ലെവൽ 3 മാറ്റിയിരിക്കുന്നു. ഡോറോ ബ്രദേഴ്സിന്റെ റാങ്ക് 3 മാറ്റി. അവര് പറയാണ് അസ്മോഡിയസ് അങ്ങനെ ഡിസ്ക്വാളിഫൈ ആയില്ലായിരുന്നെങ്കിൽ അവൻ ലെവൽ 5 എത്തിയേനെ. ഇതെല്ലാം കേട്ടിട്ട് അസ്മോഡിയസിന് ഭയങ്കര സന്തോഷമാവുകയാണ്. അസ്മോഡിയസ് പറയാണ്, എന്റെയും ഇരുമേന്റെ റാങ്ക് ലെവൽ 4 ആയല്ലോ. ഇനി നമ്മൾ കാണുവാണ് സ്ലീപ്പി ബോയിന്റെ കാപ്പിന്റെ ലെവൽ 3 ആയിരിക്കുകയാണ്. ക്രോസൈന്റെ റാങ്കും 3 എത്തിയിരിക്കുന്നു. എലിസബത്തിന്റെ റാങ്ക് 2 എത്തിയിരിക്കുന്നു. അങ്ങനെ എല്ലാ കുട്ടികളുടെ റാങ്ക് അപ്പായിരിക്കുകയാണ് ഈ ഫെസ്റ്റിവൽ വെച്ച്. എല്ലാരും ഭക്ഷണം കഴിച്ച് ആഘോഷിച്ച് ഈ ഫെസ്റ്റിവൽ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് അടുത്ത സീനിൽ ബാച്ചിക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണേ, ഇരുമ എനിക്ക് സന്തോഷമുണ്ട്, നീ നന്നായിട്ട് പെർഫോം ചെയ്തു. ഈ പരിപാടിക്ക് ശേഷം അവരൊരു പാർട്ടി നടത്തുവാണ്. സാബിനോ ബെലൻസെൻസേനെ ഡോറോ ബ്രദേഴ്സിനെ കാണിക്കുവാണ്. ഇത് ഞങ്ങളുടെ മാസ്റ്റർ ഒന്നും അല്ല എന്ന് അവരപ്പോ പറയുന്നു. ജാസിന്റെ അലോസിയറിന്റെ ടീച്ചറാണ് അവരുടെ ടീച്ചർ എന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോഴാണ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അവർക്ക് മാറിയത്. ഓറോബോർസ് പറയാണ് അവനെ ആരെ കൺട്രോൾ ചെയ്തെന്ന് അവന് ഓർമ്മയില്ലാന്ന്. ഇനി എല്ലാ മിസ്ഫിറ്റും കൂടെ ഇരുമേന്റെ ഷാക്സിന്റെ അടുത്ത് വന്നിരുന്നിട്ട് അവരോട് സംസാരിക്കുവാണ്. ആ സമയം ഇരുമ കാലക്കാനെ ഫെമിലിയർ ആക്കിയിട്ട് സമൻ ചെയ്യുകയാണ്. അടുത്ത സീനിൽ എല്ലാ കുട്ടികളും അവരവരുടെ വീട്ടിലോട്ട് പോയിട്ട് പാർട്ടി നടത്തുവാണ്. ഇരുമേന്റെ വീട്ടിൽ പാർട്ടി ഉണ്ടാവും, അസ്മോഡിയസിന്റെ വീട്ടിൽ പാർട്ടി ഉണ്ടാവും, ക്ലാരന്റെ വീട്ടിൽ പാർട്ടി ഉണ്ടാവും, ടീച്ചേഴ്സ് വരെ പാർട്ടി നടത്തുവാണ്. അപ്പൊ അങ്ങോട്ടേക്ക് അവർ പ്രതീക്ഷിക്കാണ്ട് കാലക്കോ വരായിരുന്നു. കാലക്കാനെ കൊണ്ടുവന്നത് ബെലൻസെൻസി ആയിരുന്നു. ടീച്ചർമാര് ചിക്കനെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്. കാലക്കോ സെൻസ് ഇരുമേന്റെ ഫെമിലിയർ ആണ്, അവനെ ഒരു ചിക്കനെ പോലെയാണ് കാണാനുള്ളത് എന്നും പറഞ്ഞ് അവർ കളിയാക്കുവാണ്. ഇനി നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു, ഡാലി സെൻസ് കാലക്കോ സെൻസിന്റെ ടീച്ചറായിരുന്നു. അവനാണ് ഇവനെ എല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. അന്നേരമാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ബാവേരയിലുള്ള എല്ലാ ടീച്ചർമാരും അവരുടെ സ്റ്റുഡൻസിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇനി ആരെങ്കിലും ആ കുട്ടികളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്ന അവരെ ടീച്ചർമാർ വെറുതെ വിടാൻ പാടില്ല. അടുത്ത സീൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, റോബൻ സിൻസ് ആ ഓറോവേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നവനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് അവന്റെ ആരോ വെച്ചിട്ട് മറ്റവനെ അറ്റാക്ക് ചെയ്യുന്നു. ഇനി നമ്മളെ കാലക്കോ ബിങ്കോന്റെ ഗെയിം ജയിച്ചതായിട്ട് കാണിക്കുന്നു. ഓറോവേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്നവന്റെ ബാലിന്റെ അടുത്ത് പോയിട്ട് പറയുവാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിലെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇരുമ ഒരു മനുഷ്യനാണെന്ന് പറയുന്നുണ്ട്. ഈ കാര്യം ബാലും കീരിയും എല്ലാം കേട്ടിരുന്നു. കീരിയോ ആ കാര്യം കേട്ടവരുന്ന അവന്റെ വായിന്ന് വെള്ളം വരാൻ തുടങ്ങി. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്ക് ഇരുമേനെ തിന്നണം. അപ്പൊ ഈ സത്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നു. ഇനി ഇരുമയ്ക്ക് എന്ത് സംഭവിക്കുന്നത് നമുക്ക് ഇനി കണ്ടറിയാം. ഇനി നമ്മൾ അടുത്ത സീനിൽ ഇരുമ ഒരു ഗെയിം ഷോപ്പിൽ പോയതായിട്ട് കാണിക്കുന്നു. അവിടെ ഇരുമ ഒരു ഗെയിം മേടിക്കുന്നതായിട്ട് കാണിക്കുന്നു. എന്നിട്ട് ഇരുമ ഷാക്സിന്റെ വീട്ടിൽ പോകുന്നു. എന്നിട്ട് ഷാക്സ് പറയാണ്, അവന്റെ അടുത്ത് ഒരു ഗെയിം ഉണ്ട്, ഈ ഗെയിമിൽ അവന് സ്വന്തമായിട്ട് ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്ന്. ഈ ഗെയിമിൽ അവന് സ്വന്തമായിട്ട് ക്വസ്റ്റ് ഉണ്ടാക്കുവാനും പിന്നെ അവനെ കല്യാണം വരെ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഷാക്സ് ചോദിക്കുന്നത്, നീ ശരിക്കും ആരെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഇരുമ അത് ശ്രദ്ധിക്കാൻ വെറുതെ വിട്ടു. അങ്ങോട്ടേക്ക് ഷാക്സിന്റെ സിസ്റ്റർ കടന്നു വന്നു. എന്നിട്ട് ഷാക്സിനോട് പറയുന്നത്, എന്താണ് നീ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? അപ്പൊ ഇരുമേനെ അവള് കാണുന്നു. എന്നിട്ട് അവള് ഡ്രസ്സ് മാറിയിട്ട് ഇരുമേന്റെ അടുത്ത് ചെല്ലുവാണ്. അവളാണെങ്കിൽ ഇരുമയായിട്ട് കുറച്ച് ഫ്ലേർട്ട് ആവാൻ വേണ്ടി നോക്കുവാണ്. എന്നിട്ട് ഷാക്സ് അവളെ തള്ളി പുറത്താക്കുവാണ്. ഷാക്സ് പറയാണ്, ഞാൻ ഇരുമനെ എന്റെ അനിയനെ പോലെയാണ് കാണുന്നതെന്ന്. അവരിങ്ങനെ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഇരുമ പറയാണ്, നീ എന്റെ അനിയനെ പോലെയാന്ന്. അത് കേട്ട് അവനങ്ങ് ഞെട്ടിപ്പോന്നു. അടുത്ത സീനിൽ അമേരിന്റെ കൂടെ ഇരുമ നിൽക്കുവാണ്. എന്നിട്ട് മാങ്ക എല്ലാം വായിച്ചു കൊടുക്കാണ്. അപ്പൊ അവര് കുക്കീസിനെ കുറിച്ച് പറയുന്നു. ഇരുമയും അമേരിയും കൂടെ പ്ലാൻ ചെയ്യാണ് അവരുടെ ഒരു കുക്കീസ് ഉണ്ടാക്കാന്ന്. അതും ഇരുമേന്റെ വീട്ടിൽ പോയിട്ട്. പിന്നെ അടുത്ത ദിവസം അമേരി ഇരുമയും കൂടി ഇരുമേന്റെ വീട്ടിൽ പോയിട്ട് കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുവാണ്. എങ്ങനെ കുക്കീസ് ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി ഒപ്പേരസാൻ അവർക്ക് എഴുതി കൊടുത്തായിരുന്നു. അവരാണെങ്കിൽ റെസിപ്പി നോക്കുന്നൊന്നുമില്ല, എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്തൊക്കെയോ ആക്കുന്ന കണ്ടിട്ട് ഒപ്പേരസാനാണെങ്കിൽ എന്തോ ഞെട്ടിപ്പോവാണ്. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങോട്ടേക്ക് ഒപ്പേരസാൻ വന്നിട്ട് ആ സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞു. ഒപ്പേരസാൻ അവരെ സഹായിക്കാൻ വേണ്ടി അവിടെ നിന്നു. അവസാനം ഒപ്പേരസാൻ അത് മൊത്തം ഉണ്ടാക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഇരുമ എല്ലാവർക്കും വേണ്ടി കുക്കീസ് പാക്ക് ചെയ്തു. അതിന്റെ കൂടെ അമേരി അവനെ സഹായിക്കുകയാണ് ചെയ്തത്. അമേരി ഇരുമേനെ എടുത്ത് ഇരുത്തിയിട്ട് പറയാണ്, കൺഗ്രാചുലേഷൻ, എനിക്ക് നേരത്തെ തരാൻ പറ്റിയിട്ട്, അതുകൊണ്ട് ഇപ്പൊ ഞാൻ കൺഗ്രാചുലേറ്റ് ചെയ്യാണ് നിന്നെ. എന്നിട്ട് അവൾ ആ കുക്കീസ് ഇരുമയ്ക്കും കൊടുക്കുവാണ്. അടുത്ത സീനിൽ കാണിക്കുകയാണ്, ഒപ്പേരസാനും മുത്തശ്ശനും അവര് കുക്കീസ് എല്ലാം കൊടുക്കുവാണ്. എന്നിട്ട് മുത്തശ്ശൻ ബാച്ചിരനെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം എല്ലാം കൊടുക്കുവാണ്. അവര് പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ബാച്ചിക്കോ, ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. മുത്തശ്ശൻ ബാച്ചിക്കോണ്ട് പറയാണ്, 13 ക്രൗഡിന്റെ ഡിന്നർ മുടങ്ങിപ്പോയി, കാരണം പവർഫുൾ ഡീമൻസ് മിസ്സിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പിറകിൽ 6 ഫിംഗേഴ്സ് ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ ബാച്ചിക്കോ പറയാണ്, നിങ്ങളുടെ ആഗ്രഹം തന്ന ഞാനെന്താ അവരെ പോയി
പിടിക്കണോ? അല്ല എന്റെ ആഗ്രഹം എന്താ വെച്ചാൽ നീ ഇരുമേനെ കൂടുതൽ പഠിപ്പിക്കുക, എന്നിട്ട് അവന് നല്ലൊരു ടീമിനാക്ക്. അന്നേരം ഇരുമേനെ മുത്തച്ഛൻ സീരിയസ് ആയിട്ട് കാര്യം പറയുന്നു. ബാച്ചിക്കോ, ഇരുമ ഒരു ഹ്യൂമൻ ആണ്. ഇത് കേട്ടിട്ട് അവളങ്ങ് ഞെട്ടിപ്പോവാണ്. റഷ്യൻ, ഒപ്പേറ, ബലൻസൻസ്, ബാച്ചിക്കോ ഇവർക്കല്ല ഇതിനെ പറ്റി അറിയാം. കൂടാതെ ബാലിനും കീരിയോയ്ക്കൊക്കെ ഇവൻ ഹ്യൂമൻ ആണെന്ന് അറിയാം. അത് കേട്ടപ്പോ ആദ്യം അവളങ്ങ് ഞെട്ടിപ്പോയി. പിന്നെ അവള് പറഞ്ഞു, അവന് ഹ്യൂമൻ ആയാലും ഒരു ഡീമൻ ആയാലും എന്റെ സ്റ്റുഡന്റ് അല്ലേ, ഞാൻ അവൻ എന്തായാലും സംരക്ഷിക്കും. അവൻ എന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റ് ആണ്, അവന്റെ ഒരു നമ്പർ 1 സ്റ്റുഡന്റ് ആണ്. അടുത്ത സീനിൽ ഇരുമയും ക്ലാരയും കൂടി അസ്മോഡിയസിന്റെ വീട്ടിലോട്ട് പോവാണ്. അവിടെ വന്നവരുടെ ക്ലാര ഓരോ സ്ഥലത്തെ ഓടി പോയി നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. എല്ലാ കുർത്തക്കേടും കാണിക്കുവാണ്. അപ്പൊ അസ്മോഡിയസ് പറയാണ്, ഞാനും ഇരുമയും റാങ്ക് 4ലാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അടുത്താണ്, നീ റാങ്ക് 3യും. നീ അവന്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരെയാണുള്ളത്. അപ്പൊ ക്ലാര പറയുന്നു, എന്റെ വേൾഡിൽ അവന് എന്റെ കൂടെ കളിച്ചല്ലോ, നിനക്ക് അങ്ങനത്തെ അവസരമൊന്നും കിട്ടിയില്ലല്ലോ. എന്നിട്ട് അവർ അസ്മോഡിയസിന്റെ റൂമിൽ കയറിയിരുന്ന ഗെയിമെല്ലാം കളിക്കാണ്. അപ്പൊ ഇരുമ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി. അവന്റെ മനസ്സിൽ പറയാണ്, ഞാൻ ഈ സീക്രട്ട് അവരോട് പറയണോ അല്ലേ വേണ്ടയോ? ആ സമയം അസ്മോഡിയസിന്റെ അമ്മ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. നിന്റെ ഉള്ളിൽ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടെങ്കിൽ നീ നിന്റെ കൂട്ടുകാരോട് അത് പറയണം. ഇനി അത് പറഞ്ഞാൽ നിങ്ങളുടെ സൗഹൃദത്തിന് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് പറയാനും നിൽക്കണ്ട. ഇങ്ങനെ ഒരു നിർബന്ധമില്ല, നിങ്ങളുടെ ഒരു സീക്രട്ട് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണമെന്ന്. അങ്ങനെ അസ്മോഡിയസിന്റെ അമ്മയും ഇരുമയും കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് അസ്മോഡിയസിന്റെ അമ്മ ഇരുമയ്ക്ക് വേറെ ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. ഇരുമ അസ്മോഡിയസിനോടും ക്ലാരനോടും ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് അവര് 3 പേരും അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇരുമ പറയുന്നു, താങ്ക് യു, നിങ്ങൾ എന്റെ സുഹൃത്തുക്കളായതിന്. ഇരുമ ഹ്യൂമൻ ആണെന്ന കാര്യമല്ല പറയുന്നത്, നിങ്ങൾ എന്റെ ജീവിതത്തിലെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അത് കേട്ടിട്ട് അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. ഇതോടെ ഈ ആനിമയിൽ 3rd സീസൺ അവസാനിക്കുന്നു. നമ്മളെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനോടെ സീസൺ 4ന്റെ ഒരു ഭാഗം കാണിക്കുവാണ്. ഇവരുടെ ക്ലാസ്സിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, സോയി പൊരൂസൻ. ഇവൻ എപ്പോഴും ക്ലാസ്സിൽ അദർശനായിട്ടായിരുന്നു ഇരുന്നത്. ഇത് സീസൺ 4 ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു പാർട്ടാണ്. നമുക്ക് കാണാം സീസൺ 4ൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. അത് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീസൺ 4 എപ്പോൾ ഇറങ്ങുന്നു അപ്പോൾ മുതൽ ഞാൻ എന്റെ ചാനലിൽ ഇത് ഇടാൻ വേണ്ടി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റും കൂടി ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.